സുഹൃത്തുക്കളെ, നമ്മൾ സിസ്റ്റമാറ്റിക്സിന്റെ ബാക്കി ചോദ്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഒരു 19ഓളം ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ 20ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ ആയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ കട്ടക്ക് നിൽക്കുക. നമ്മൾ എക്സാം ഉറപ്പായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യണം. നമ്മൾ 20ാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ചോദ്യം വായിച്ചു വെക്കുക. നജ നജ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. നജ 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 എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് നെയിമാണ്. ഒരു ഓർഗാൻസിന്റെ, നമ്മളൊരു പാമ്പിന്റെ അറിയാലോ, നജ നജ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നജ നജ എന്ന് പറയുന്ന ഒരു സയന്റിഫിക് നെയിമാണ്. നമ്മൾ ഈ ഹോമോസാപ്പിയൻസ് എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഒരു ബൈനോമിയൽ നോമെൻക്ലേച്ചർ കൊടുത്തിട്ട് ഒറ്റയ്ക്കൊന്നൊരു നെയിമാണ് ഈ നജ നജ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം നജ നജ എന്ന് വെച്ചാൽ ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും സെയിമാ. ശരിയല്ലേ? ജീനസ് നെയിം ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ തുടങ്ങുന്ന ലെറ്ററാണ് ജീനസ് നെയിം. രണ്ടാമത്താണ് ആ ഓർഗാനിസത്തിന്റെ സ്പീഷ്യസ് നെയിം നമുക്കറിയാം. ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും സെയിം ആണ്. അത്തരത്തിലുള്ള നെയിമിംഗ് മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടോണിംസ്. ടോട്ടോണിംസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗാനിസം നമ്മൾ പേര് കൊടുക്കുമ്പോൾ അതിന്റെ ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ടോട്ടോണിം എന്ന് പഠിച്ചു വെച്ചേക്കുക. ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ഇൻ സുവോളജിയിൽ മാത്രമേ ഇത് കാണാറുള്ളൂ, ടോട്ടോണിംസ്. ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ടോട്ടോണിംസ് ബോട്ടണിയിൽ ഒരുപാടുണ്ടെന്ന് വെച്ചാൽ ബോട്ടണി മേഖലയിൽ അങ്ങനെ ഇല്ല കേട്ടോ. ബോട്ടണി മേഖലയിൽ നമ്മൾ ഈ ടോട്ടോണിംസ് അധികം നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് സുവോളജി മേഖലയിലാണ് ഈ ടോട്ടോണിംസിന്റെ അതിപ്രസരം നമുക്ക് കാണാൻ പറ്റുന്നത്. ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും സെയിം ആണെങ്കിൽ അത്തരത്തിലുള്ള നെയിമിംഗ് മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടോണിംസ്. ഇനി എന്താണ് സിനോണിം? നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന വാക്കാ സിനോണിം. സിനോണിം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പര്യായം എന്നൊക്കെ വിളിക്കും. പര്യായം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പര്യായ പദം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്താണ് സിനോണിം എന്നറിയാമോ? സിനോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം യെസ് എന്ന് പറയുന്ന ABCD കട്ട് മറുത്ത് കാണും. യെസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം, ആ ഓർഗാനിസത്തിന് ഇഷ്ടം പോലെ പേരുകളുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ നമ്മളെ വീട്ടിലൊരു പേര്, സ്കൂളിൽ പോയ ഒരു പേര്, അങ്ങനെ കാണും. സ്കൂളിൽ ഒരു പേര്, പിന്നെ അതുകൂടാതെ വട്ടപ്പേരുകൾ കാണും. അപ്പോൾ ഒരു ഓർഗാനിസത്തിന് തന്നെ ഇഷ്ടം പോലെ പേര്, ഒരു നെയിമുണ്ട്, രണ്ട് നെയിമുണ്ട്, ഇഷ്ടം പോലെ നെയിമുകൾ. ഒരു ഓർഗാനിസം, സിംഗിൾ ഓർഗാനിസത്തിന് ഇഷ്ടം പോലെ പേരുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് പ്രോപ്പർട്ടീസ് കാൾഡ് സിനോണിംസ്. നമുക്കൊക്കെ സിനോണിംസ് ഉണ്ട്. നമ്മളെ വീട്ടിലൊരു പേര് കാണും, ഒരു ഓമന പേര് കാണും, നമ്മളെ സ്കൂളിൽ സർട്ടിഫിക്കറ്റിൽ വേറൊരു പേര് കാണും, കൂട്ടുകാരൊക്കെ വിളിക്കുന്ന വേറൊരു പേരും കാണും. അപ്പോൾ അതാണ് സിനോണിംസ്. നമ്മൾ ഒരാൾക്ക് തന്നെ ഇഷ്ടം പോലെ പേരുകൾ ഉണ്ടാകുന്നു. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് സിനോണിം. ഒരു ഓർഗാനിസത്തിന് ഇഷ്ടം പോലെ എന്ത് വരുന്നു? പേരുകൾ വരുന്ന അവസ്ഥ. ഇനി എന്താണ് ഹോമോണിം? ഹോമോ എന്ന് വെച്ചാൽ അറിയാമോ? ഒറ്റ. നിം എന്ന് വെച്ചാൽ നെയ്മ. അപ്പൊ ഹോമോണിം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഓർഗാനിസത്തിന് ഒറ്റ പേര്. അയ്യോ ദാരിദ്ര്യം. ഒന്നിൽ കൂടുതൽ 1, 2, 3 ഇത് 3 ഓർഗാനിസമാ. ഈ 3 ഓർഗാനിസത്തിനെയും കൂടെ ഒറ്റ പേര്. അവരെ പേര് വിളിക്കുമ്പോൾ 3 പേരും കൂടെ ഒരുമിച്ച് വരുന്നു. ഒരാളെ പേര് വിളിക്കുമ്പോൾ 3 പേരും കൂടെ വരുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഓർഗാനിസത്തിന് ഒറ്റ പേരിടുന്നു. അത്ര ദാരിദ്ര്യം പിടിച്ച അവസ്ഥയും നമ്മൾ ബയോളജി മേഖലയിൽ ഉണ്ടെന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥയെ വിളിക്കുന്ന പേര്, ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഹോമോണിം. ഒന്നിൽ കൂടുതൽ ഓർഗാനിസത്തിന് ഒരേ പേരുകൾ. ഒരു പേര് വിളിച്ചു കഴിഞ്ഞാൽ 3 പേര് എന്നെ വിളിച്ചോ എന്നെയാണ് വിളിച്ചതെന്ന് ഓടിച്ചു വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഓർഗാനിസത്തിന് ഒരേ പേര് കൊടുക്കുന്ന ആ പ്രോപ്പർട്ടിയാണ്. നമുക്ക് പേര് ഷോർട്ടേജ് ആവുന്നത് അങ്ങനെ ഇടാം, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ പണ്ടുള്ള സമയത്തൊക്കെയാണ് ഇത് ഉള്ളതായിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ ഇടാറില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ചില അറിയത്തില്ല, ഒരു ഓർഗാനിസത്തിന് 2-3 പേരൊക്കെ വിളിച്ചോണ്ടിരിക്കും ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ ഓരോ ഓർഗാനിസത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ ഓർഗാനിസത്തിന് ഒരേ പേര് വരുന്നു. അതാണ് ഹോമോണിം എന്ന് പറയുന്ന കണ്ടീഷൻ. ഇപ്പോൾ ടോട്ടോണിമിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഹോമോണിമിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, സിനോണിമിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 3 ഓപ്ഷൻസ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 21ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. സ്പീഷീസ് ആർ ഹ്യൂമൻ കൺസ്ട്രക്ട്സ്, ഓൺലി ഇൻഡിവിജ്വൽസ് എക്സിസ്റ്റ്. ദിസ് ഐഡിയ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ വിച്ച് സ്പീഷീസ് കോൺസെപ്റ്റ്? നമുക്ക് സിസ്റ്റമാറ്റിക്സിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നതാണല്ലേ. സ്പീഷീസ് കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇഷ്ടംപോലെ സ്പീഷീസ് കോൺസെപ്റ്റുകളുണ്ട്. അത് ഓരോന്നിൽ നിന്നും അവർ എടുത്തെടുത്ത് ഓരോ വർഷവും
ഓരോ സ്പീഷീസ് കോൺസെപ്റ്റിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അവർ ഇടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് അവരവരുടെ കോഡ്സ് വരെ ഇപ്പോൾ ഇടാറുണ്ട്. ഇപ്പോൾ ചോദിച്ചു മടുത്തോണ്ട് കോഡ്സ് വരെ, സയന്റിസ്റ്റിന്റെ കോഡ്സ് വരെ കോട്ട് ചെയ്ത് എക്സാമിന് ഇപ്പോൾ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുക, സ്പീഷീസ് ആർ ഹ്യൂമൻ കൺസ്ട്രക്ട്. ഇവിടെ മണ്ടന്മാരെ, സ്പീഷീസ് എന്ന് പറയുന്ന വസ്തുക്കളൊന്നും ഇല്ല, അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ മനുഷ്യന്മാർ പറഞ്ഞ സംഭവങ്ങളാണ്. ഈ സ്പീഷീസ് എന്ന വാക്കുകളൊന്നും ഇല്ല, എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. ഓരോരുത്തരും, ഞാനൊരു ഇൻഡിവിജ്വൽ, നീ വേറെ ഇൻഡിവിജ്വൽ, മറ്റവൻ വേറെ ഇൻഡിവിജ്വൽ. ഇങ്ങനെ സ്പീഷീസ് എന്ന വാക്ക് തന്നെ മനുഷ്യന്മാർ ചുമ്മാ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു മനുഷ്യ സ്പീഷീസ് ഒന്നും ഇല്ല, ഓരോരുത്തരും ഇൻഡിവിജ്വലാ. മനുഷ്യന്മാർ തന്നെ ഓരോന്നമാരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അങ്ങനെ സ്പീഷീസ് എന്ന സംഭവമൊന്നുമില്ല. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ആണ്. അതൊരു ഹ്യൂമൻ കൺസ്ട്രക്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആണ്. യഥാർത്ഥത്തിൽ സ്പീഷീസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഓരോരുത്തവരും ഇൻഡിവിജ്വൽ ആണ് എന്ന് പറയുന്ന സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. ഈ ലോകത്ത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഇവരൊരു സ്പീഷീസ്, അവരൊരു ഇത് ഹോമോസാപ്പിയൻസ്, മറ്റേത് കൊക്കോസ് ന്യൂസിഫറ, ഇത് മാജിഫറ ഇൻഡിക്ക, അങ്ങനെ നമ്മൾ ഓരോ സ്പീഷീസും പറയാൻ പറ്റത്തില്ല. ഈ ലോകത്തുള്ള ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഓരോ മനുഷ്യന്മാരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. സ്പീഷീസ് എന്ന സംഭവം തന്നെ മനുഷ്യന്മാർ ചുമ്മാ ഉണ്ടാക്കി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് നമ്മുടെ നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. ഓക്കെ, ഈ നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റുകളാണ് വില്യം ഓഫ് ഒക്കം. ഇത്ര വലിയ ആള് സംഭവത്തിന്റെ പേരും പഠിക്കുക, വില്യം ഓഫ് ഒക്കം എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഈ ഒക്കം അല്ലെങ്കിൽ OCCAM ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വില്യം ഓഫ് ഒക്കം എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റിന്റെ വക്താവ്. ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന് അറിയാം. ഒന്നിൽ ഓപ്ഷനിൽ ജോർദാൻ കാണും, അല്ലെങ്കിൽ മേയർ, ഏർണസ്റ്റ് മേയർ ഒക്കെ കാണും. ജോർദാൻ, മേയർ ഒക്കെ കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. ഇനി എന്തുവാണ് ഈ കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റ്? കേട്ടിട്ടുണ്ടോ? കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റ്. ഇത് കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇത് കൊണ്ടുവന്നത് കോർണറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അപ്പോൾ കൊണ്ടുവന്നത് കോർണറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. ഈ കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റ് അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവര് അങ്ങനെ ഒരേ സ്പീഷീസ്, ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് പറയുന്നു എന്തുവാ, സ്പീഷീസ് ആർ ഓർഗാനിസം ദാറ്റ് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആൻഡ് ക്യാൻ ഇന്റർബ്രീഡ് ദംസെൽഫ് എന്നൊക്കെ പറഞ്ഞു. ഇവര് കോമ്പോസിറ്റിൽ പറയുന്നത് ഇവര് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിനെയും മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിനെയും ഇനി ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റിനെയും 2-3 സ്പീഷീസ് കോൺസെപ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത പുതിയൊരു സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റ്. നമ്മളൊക്കെ ഈ അവിയലൊക്കെ വെക്കുന്ന പോലെ എല്ലാം കുറച്ചു എടുക്കത്തില്ല, അതേപോലെ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിന്റെ ഐഡിയാസ്, മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിന്റെ ഐഡിയാസ്, ഇനി ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് ഉണ്ട്, എവല്യൂഷനൊക്കെ പറ്റി പറയുന്നു, അതിന്റെ ഐഡിയാസ്, ഇതെല്ലാം കൂടെ കുറച്ച് ഐഡിയാസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവിയൽ പരുവത്തിൽ എടുത്തു വെച്ചിട്ട് ആ പറഞ്ഞ സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് എന്ത്, നമ്മുടെ കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റ്. ഓക്കെ, കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട വക്താവാണ് കോർണറ്റ്. കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ കോർണറ്റ്. ഓക്കെ, നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ വില്യം ഓഫ് ഒക്കം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഒക്കം എന്നേ കാണത്തുള്ളൂ, OCCAM ഒക്കം അല്ലെങ്കിൽ OCKHAM ഒക്കം. അങ്ങനെയാണെങ്കിൽ ഒക്കം കൊണ്ടുവന്നതാണ് നമ്മളെ നോമിനലിസ്റ്റിക്. ഇനി ഇടയിൽ ഒരാളുടെ റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് പെറ്റേഴ്സൺ. ഇവരൊക്കെ വലിയ വലിയ പേരുകളുണ്ട്, നമ്മൾ ആ ജസ്റ്റ് 1 വാക്ക് പേര് ഓർത്തു വെക്കുക. അപ്പോൾ റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നാണ് പെറ്റേഴ്സൺ. ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ജോർദാൻ മേയർ. കോമ്പോസിറ്റ് സ്പീഷീസ് കോൺസെപ്റ്റ് കോർണറ്റ്. നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് വില്യം ഒക്കം. ഇനി റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ് പെറ്റേഴ്സൺ. ഇനി എന്തുവാണ് റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ്? ഓരോരുത്തർ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഇനി അടുത്ത ക്ലാസ്, ഇനി എന്റെ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ പറയും അന്ന് എവല്യൂഷനും സിസ്റ്റമാറ്റിക്സും പഠിപ്പിച്ച ആളാണല്ലോ ഇത്, എന്നൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അത് തന്നെയാണ് റെക്കഗ്നീഷൻ എന്ന് വെച്ചാൽ. റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു സ്പീഷീസും ഉണ്ട്, B എന്ന് പറയുന്ന ഒരു സ്പീഷീസും ഉണ്ട്. ഓക്കെ, ഈ സ്പീഷീസിന്റെ ഒക്കെ ബേസ് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവര് ഇപ്പൊ ഇത് ഒരു സ്പീഷീസിൽപ്പെട്ട 2 ആൾക്കാരാണ്, ഒരു സ്പീഷീസിൽപ്പെട്ട 2 ഇൻഡിവിജ്വൽസ് ആണ് എയും ബിയും. ഒരു സ്പീഷീസിനകത്ത് 2 ആൾക്കാർ.
മനുഷ്യനാണെങ്കിൽ ഹോമോസാപ്പിയൻസി വരുന്ന രണ്ടാൾക്കാരാണ് എയും ബി സങ്കല്പിക്കുക. ഒരു സ്പീഷീസ് രണ്ടാൾക്കാരാണ് എയും ബി. അങ്ങനെ പരസ്പരം ഇപ്പൊ എക്ക് ബീനെ കണ്ടാൽ മനസ്സിലാവണം ഇവനെ എനിക്ക് ഇവനെ മേറ്റ് ചെയ്യാൻ പറ്റും, ഞാനും ഇവനും കൂടെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത യങ് വൺസ് ഉണ്ടാകും. അങ്ങനെ മേറ്റിംഗ് സ്ട്രാറ്റജീസ് രണ്ടുപേരും തമ്മിൽ റീപ്രൊഡക്ഷൻ നടക്കും. നമ്മൾ രണ്ടുപേരെയും മേറ്റിംഗ് മെത്തേഡ്സ് സെയിം ആണ്, നമുക്ക് കറക്റ്റായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എക്കും ബിക്കും പരസ്പരം മനസ്സിലാവണം. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ മേറ്റിങ്ങിന് വേണ്ടിയിട്ട് പരസ്പരം റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ഒരു സ്പീഷീസ് എന്നാണ് നമ്മൾ റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഷീസ് തന്നെ രണ്ടും ആൾക്കാർ കാണും. എന്ന് വെച്ചാൽ ആ എക്ക് എന്ന് പറയുന്ന ആൾക്ക് ബീനെ കാണുമ്പോൾ ഇത് എന്റെ മേറ്റാണ്, ഈ ബി എന്ന് പറയുന്നവൻ എന്റെ അതേ മേറ്റാണ്, എനിക്ക് ഇവനുമായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റീപ്രൊഡക്ഷൻ നടക്കാൻ പറ്റും, നമുക്ക് യങ് വൺസ് ഉണ്ടാകും എന്ന് എക്ക് ബീനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. അതേപോലെ ബിക്ക് എനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എയും ബിയും ഒരു സ്പീഷീസ് ആണ് എന്ന് പറയുന്നതാണ് നമ്മൾ റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ്. തമ്മിൽ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണോ? തമ്മിൽ റെക്കഗ്നൈസ് ചെയ്തിട്ട് പുതിയ യങ് വൺസിനെ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണോ? എങ്കിൽ പിന്നെ നിങ്ങളെല്ലാം ഒരു സ്പീഷീസ് ആണെന്നാണ് നമ്മൾ റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ മേറ്റിങ്ങിന് വേണ്ടിയിട്ട് തമ്മിൽ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസത്തിനെയാണ് റെക്കഗ്നീഷൻ കാര്യം വിളിച്ചത്. ഇറ്റ് ഈസ് എ സ്പീഷീസ്. അവർ പറഞ്ഞു ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഒരു സ്പീഷീസ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ബയോളജിക്കൽ അല്ല, കോമ്പോസ്റ്റ് അല്ല, ഒന്നും അല്ല. റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് വിളിച്ചതാണ് റെക്കഗ്നീഷൻ സ്പീഷീസ് കോൺസെപ്റ്റ് പറഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞത് പെറ്റേഴ്സൺ ആണ്. അപ്പോൾ ഈ 4 സ്പീഷീസ് കോൺസെപ്റ്റ് മനസ്സിലായോ? നിങ്ങൾക്ക് ഈ 4 സ്പീഷീസ് കോൺസെപ്റ്റ് മനസ്സിലായോ? ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് മനസ്സിലായോ? ജോർദാന്റെ ഒക്കെ കോമ്പോസിറ്റ് മനസ്സിലായോ? അവിയൽ ഉണ്ടാക്കുന്ന പരിപാടി കോമ്പോസിറ്റ്. റെക്കഗ്നീഷൻ തമ്മിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവരാണ് ഒരു സ്പീഷീസ്. ഇനി എന്താണ് നോമിലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസ് കൊടുക്കുന്നു. ഓരോരുത്തർക്കും വാല്യൂസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്കോർ കൊടുത്തിട്ട് ഓരോ സ്കോർ ഉള്ളവരൊക്കെ ഓരോ സ്പീഷീസ് ആണെന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞതാ. അപ്പോൾ നോമിലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് ഇത്രയൊക്കെയാണോ? അപ്പോൾ സ്പീഷീസ് കോൺസെപ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ നിരന്തരം കണ്ടിട്ടുണ്ട്. ഓരോന്നും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തോട് പോകാം. ചോദ്യം, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ടാക്സോണമി. 22ാമത്തെ ചോദ്യമാണ്. ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ടാക്സോണമി. 22th ക്വസ്റ്റ്യൻ. എക്സ്പെരിമെന്റൽ ടാക്സോണമിയുടെ ഫാദർ. എക്സ്പെരിമെന്റൽ ടാക്സോണമിയുടെ ഫാദർ കേട്ടാൽ നമ്മൾ ചിലപ്പോൾ ഇത് എഴുതും, കാൾ ലിനേഴ്സ് എഴുതും. പക്ഷേ എക്സ്പെരിമെന്റൽ ടാക്സോണമി ഇത് എന്ത് പുതിയ വല്ല സംഭവമാണോ? ഇത് പുതിയ വല്ല സംഭവമാണോ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് സംശയങ്ങൾ വരും. എക്സ്പെരിമെന്റൽ ടാക്സോണമിയുടെ വേറൊരു പേര് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും എക്സ്പെരിമെന്റൽ ടാക്സോണമി ഈസ് ആൾസോ നോൺ ആസ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സിന്റെ വേറൊരു പേരാണ് എക്സ്പെരിമെന്റൽ ടാക്സോണമി. സിസ്റ്റമാറ്റിക്സ് നമുക്കറിയാം, സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം ആൻഡ് ദെയർ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ദെയർ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഒരു ഓർഗാനിസത്തിന്റെ ഡൈവേഴ്സിറ്റിയും അതിന്റെ എവല്യൂഷനും പഠിക്കുന്ന ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ്. നമുക്കറിയാം ആ സിസ്റ്റമാറ്റിക്സിന്റെ വേറൊരു പേരാണെന്ത്? എക്സ്പെരിമെന്റൽ ടാക്സോണമി. ആ എക്സ്പെരിമെന്റൽ ടാക്സോണമിയുടെ ഫാദർ ആരെന്ന് വെച്ചാൽ നമ്മളെ കാൾ ലിനേഴ്സ് ആണ്. എക്സ്പെരിമെന്റൽ ടാക്സോണമിയുടെ ഫാദറും നമ്മളെ കാൾ ലിനേഴ്സ് ആണ്. ടാക്സോണമിയുടെ ഫാദറും എല്ലാം അയാൾ തന്നെയാണ്. അപ്പോൾ തിരിഞ്ഞു പോലും എക്സ്പെരിമെന്റൽ ടാക്സോണമി നേക്കുമ്പോൾ ഇത് വേറെ എന്തോ സംഭവമാണെന്നൊക്കെ ഓർത്തിരിക്കല്ലേ. അപ്പോൾ എക്സ്പെരിമെന്റൽ ടാക്സോണമി നമ്മളെ സിസ്റ്റമാറ്റിക്സിന്റെ വേറൊരു പേരാണ്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്തും ക്വസ്റ്റ്യൻ വരാം. എക്സ്പെരിമെന്റൽ ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സും ഒന്നാണെന്ന് എഴുതി വെച്ച് നോക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ടാക്സോണമി കീയിങ് ഔട്ട് മീൻസ് വാട്ട്? എന്താണ് കീയിങ് ഔട്ട്? കീയിങ് ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അറിയായിരിക്കും. കീയിങ് ഔട്ട് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? ടാക്സ് ഒരു ഓർഗാനിസത്തിനെ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ചു, ഒരു ഓർഗാനിസത്തിനെ നമുക്ക് പുതുതായിട്ട് കിട്ടി. നമ്മൾ ആദ്യമേ ചെയ്യുന്ന എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാക്സോണമിക് കീ വെച്ചിട്ട്, നേരത്തെ പറഞ്ഞ ഡൈക്കോട്ടോമസ് കീയോ എന്തോ കീ വെച്ചിട്ട് ആ ഓർഗാനിസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഓർഗാനിസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ പ്രോസസിനെ വിളിക്കുന്ന പേരാണ് കീയിങ് ഔട്ട്. നമ്മൾ കീ ഒക്കെ തുറന്നു വെച്ച് ബുക്ക് കീ ഒക്കെ തുറന്നു വെച്ചിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നോക്കുന്നു, വായിക്കുന്നു, ഇന്ന ഓർഗാനിസം ആണെന്ന് കണ്ടുപിടിക്കുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീയിങ് ഔട്ട്. അപ്പോൾ അയാള് കീയിങ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്തുവാ? അയാള് ഒരു ഓർഗാനിസിനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കീ നോക്കിയിട്ട് ഇങ്ങനെ ഏത് ഫൈലത്തിൽ വരുന്നതാണ്, ഏത് ക്ലാസ്സിൽ വരുന്നതാണ്, ഏത് ഓർഡറിൽ വരുന്നതാണ് എന്നൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അയാൾ ഏർപ്പെട്ട പ്രോസസ് ഏതാ? അയാൾ കീയിങ് ഔട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കീയിങ് ഔട്ട് എന്ന് ടാക്സോണമി എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുവാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാക്സോണമിക് കീസ്.
അയാൾക്ക് ഇഷ്ടമുള്ള കീ ഉപയോഗിക്കാം. ഡൈക്കോട്ടമസ് ഉപയോഗിക്കാം, അയാൾക്ക് ഇനി പോളിക്ലേവ് കീ ആണെങ്കിൽ അത് ഉപയോഗിക്കാം, ഏത് കീ വേണമെങ്കിലും ഉപയോഗിക്കാം. ഏതെങ്കിലും കീ വെച്ചിട്ട് ഓർഗാനിസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കീയിങ് ഔട്ട്. ഓക്കെ, അപ്പോൾ കീയിങ് ഔട്ട് ബന്ധപ്പെട്ട് ഈ ടേംസ് ഓഫ് ഇതേ സിമ്പിൾ ആയിട്ട് ചോദിക്കത്തില്ല, അവർ വേണമെങ്കിൽ പല പല ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ കീയിങ് ഔട്ട് എന്ന് നമ്മൾ ഓർത്ത് വെച്ചോണം. ടാക്സോണമിക്കകത്ത് വരുന്ന ഒരു വാക്കാണ് നമ്മൾ മനസ്സിൽ വേണം. ഐഡന്റിഫൈ യൂസിങ് കീസ്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്നാണ് ഈ നോമൻക്ലേച്ചർ എന്ന പരിപാടി സുവോളജിയിൽ തുടങ്ങിയത്? സുവോളജി നോമൻക്ലേച്ചർ മീൻസ് നെയിമിങ്. നോമൻക്ലേച്ചർ മീൻസ് നെയിമിങ്. പേരിടൽ ചടങ്ങ് എന്നാണ് സുവോളജിയിൽ തുടങ്ങി. സുവോളജിയിൽ എന്നാണ് ഈ ചടങ്ങ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1758. എന്തുകൊണ്ട്? അന്നാണ് നമ്മളെ കാൾ ലിനേഴ്സ് സിസ്റ്റമേ നാച്ചുറേ എന്ന് പറയുന്ന ബുക്കൊക്കെ കൊണ്ടുവന്നത്. സിസ്റ്റമേ നാച്ചുറേ എന്ന് പറയുന്ന ബുക്കൊക്കെ കൊണ്ടുവന്ന അന്നാണ്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ നോമൻക്ലേച്ചർ തുടങ്ങിയതും ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മളെ കാൾ ലിനേഴ്സ് പുട്ട് ഫോർവേഡ് ചെയ്തതും. ഇങ്ങനെ ജീനസ് നെയിം ഉണ്ടെന്നും സ്പീഷ്യസ് നെയിം ഉണ്ടെന്നും, ജീനസ് നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷ്യസ് നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് എ സ്മാൾ ലെറ്റർ, എഴുതുമ്പോൾ സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണമെന്നും ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന റൂൾസ് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ എഴുതിയ സിസ്റ്റമേ നാച്ചുറൽ എന്ന് പറയുന്ന ബുക്കൊക്കെ നമ്മളെ കാൾ ലിനേഴ്സ്, ഫാദർ ഓഫ് ടാക്സോണമി, കാൾ ലിനേഴ്സ് കൊണ്ടുവന്ന വർഷം 1758. അന്ന് തൊട്ടാണ് നമ്മൾ സുവോളജിയിൽ പേരിടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ, അല്ലെ പേരിടാൻ ഒരുപാട് ആശങ്ക മുമ്പുണ്ടായിരുന്നു. ഒരുപാട് നെയിമിംഗ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് സുവോളജി നോമൻക്ലേച്ചർ ബിഗിൻ ചെയ്ത വർഷം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1758. നമ്മളെ ചോദിക്കാനത് ഇടയ്ക്കിടയ്ക്ക് ഇയറുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ചില ഇയേഴ്സ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വല്ലപ്പോഴും ചില ഇയേഴ്സ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ വരാറുണ്ട്. അപ്പോൾ ചില പറയുന്ന വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോകുക. അപ്പോൾ 1758 എന്ന് പറയുന്ന വർഷം നമ്മൾ ബയോളജിക്കാർ മറക്കാൻ പറ്റാത്ത വർഷമാണ്. സുവോളജിക്കൽ നോമൻക്ലേച്ചർ തുടങ്ങിയ വർഷം. ഓക്കെ, സിസ്റ്റമേ നാച്ചുറ കൊണ്ടുവന്ന വർഷമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റെക്കഗ്നീഷൻ സ്പീഷ്യസ് കോൺസെപ്റ്റ് ഫോക്കസ്. ഇപ്പോൾ പറഞ്ഞങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും അടുത്ത ക്വസ്റ്റ്യൻ വന്നു. റെക്കഗ്നീഷൻ സ്പീഷ്യസ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ്? എനിക്ക് അറിയാം, നേരത്തെ പറഞ്ഞു എയും ബി രണ്ട് സ്പീഷ്യസ് ഉണ്ട്. എനിക്ക് ബിനെ തിരിച്ചറിയാൻ പറ്റണം, ഇത് എന്റെ മേറ്റാണ് തിരിച്ചറിയാൻ പറ്റണം. ബിക്ക് എനെയും തിരിച്ചറിയാൻ പറ്റണം. എങ്കിൽ പിന്നെ ആ സ്പീഷ്യസ് കോൺസെപ്റ്റ് ആണ് റെക്കഗ്നീഷൻ സ്പീഷ്യസ് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും മേറ്റിംഗ് സിഗ്നൽസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. എ തിരിച്ചറിയുന്ന എനിക്ക് മേറ്റ് ചെയ്യാൻ പറ്റുമോ, ബി നോക്കുമ്പോൾ എനിക്ക് ഇവനോട്ട് മേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ മേറ്റിംഗ് സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ്. മേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർ രണ്ടുപേരെ നമ്മൾ ഒരു സ്പീഷ്യസിനകത്ത് ഉൾപ്പെടുത്തും. ഇനി എ വിചാരിക്കുവാണ്, എ കണ്ടിട്ട് ബിനെ കണ്ടിട്ട് പറയുവാണ് എനിക്ക് ഇവനോട്ട് മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവ വേറെ ആളാണ്, ഇവ എന്റെ ഇതിനകത്ത് വരുന്നതല്ല, ഇപ്പൊ വേറെ ഏതോ ആളാണെന്ന് പറയുവാണെങ്കിൽ ഇവർ രണ്ടും ഒരു സ്പീഷ്യസ് അല്ല. റെക്കഗ്നീഷൻ സ്പീഷ്യസ് കോൺസെപ്റ്റിന്റെ ബേസിൽ അവർ രണ്ടുപേരും ഒരു സ്പീഷ്യസ് അല്ല. അപ്പോൾ എ കണ്ടിട്ട് പറയുവാണ് ബി എന്റെ ആൾ തന്നെയാണ്, എനിക്ക് അവനെ മേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുവാണെങ്കിൽ അവർ രണ്ടുപേരെ നമ്മൾ ഒരു സ്പീഷ്യസ് ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തും. ഇസ് കാൾഡ് റെക്കഗ്നീഷൻ സ്പീഷ്യസ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ഓർത്തോണം പാറ്റേഴ്സൺ ആണ്. ബേസ്ഡ് ഓൺ മേറ്റിംഗ് സിഗ്നൽസ്. മേറ്റിംഗ് സിഗ്നൽസിന്റെ ബേസിലാണ് ഇവര് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 25th ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അടുത്ത 26th ക്വസ്റ്റ്യൻ. Which species concept is most practical for paleontology? പാലിയന്റോളജിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പീഷ്യസ് കോൺസെപ്റ്റ് ഏതാണെന്ന ചോദ്യം. പാലിയന്റോളജി പഠിക്കുമ്പോൾ ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഷ്യസ് കോൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. എന്താണ് പാലിയന്റോളജി? പാലിയന്റോളജി സ്റ്റഡി ഓഫ് ഫോസിൽസ്. ഫോസിലിനെ പറ്റി പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ച് ആണ് പാലിയന്റോളജി. ഫോസിലിനെ പറ്റി പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പാലിയന്റോളജി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഫോസിൽ നമുക്ക് കിട്ടി, എവിടെയോ കിടന്ന് നമുക്കൊരു ഫോസിലിനെ കിട്ടി, എവിടെയോ കിടന്ന് നമുക്കൊരു കല്ലിന്റെ പുറത്ത് ഒരു ഫോസിലിനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫോസിൽ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ? സ്പീഷ്യസ് കോൺസെപ്റ്റ്. ഏത് സ്പീഷ്യസ് കോൺസെപ്റ്റ് ആണ് നോക്കാം. നമ്മളൊരു ഫോസിലിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബയോളജിക്കൽ സംഭവം, അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഫോസില ചത്ത് കിടക്കുന്ന വർഷങ്ങൾക്ക് മുമ്പിടുന്ന സാധനമാണ്. അതിന്റെ ബയോളജിക്കൽ ഫീച്ചേഴ്സോ അതിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സോ അതിന് ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റുമെന്നോ അതിന്റെ റീപ്രൊഡക്റ്റീവ് ഐസൊലേറ്റഡ് ആണെന്നോ ഒന്നും നമുക്ക് കഴിയാൻ പറ്റത്തില്ല. ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫോസിലിൽ നിന്ന് നമുക്ക് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ആ ഫോസിലിൽ നിന്ന് ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ഇനി റെക്കഗ്നീഷൻ. ചത്ത് കിടക്കുന്ന ഫോസിൽ ആരെങ്കിലും മേറ്റിനെ കണ്ടുപിടിക്കാൻ പോകുമോ? വർഷങ്ങൾക്ക് മുമ്പ് ചത്ത് കിടക്കുന്ന ആ ജീവിയുടെ ഫോസില്
മേറ്റിനെ കണ്ട് എണീച്ച് ഓടുവോ? ഇല്ല. റെക്കഗ്നൈസ് ചെയ്യോ? ഇല്ല. അപ്പൊ റെക്കഗ്നീഷൻ സ്പീഷ്യസ് കോൺസെപ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് ആ പാലിയോന്റോളജി പഠിക്കാൻ പറ്റത്തില്ല. ഇനി എക്കോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടി ഇവിടെ നിന്നായിരിക്കും. ചിലപ്പോൾ ആ ഫോസിൽ മരിച്ചത് ചിലപ്പോൾ വേറെ അവിടെ നിന്നായിരിക്കാം, ചിലപ്പോൾ ഒഴുകി ഇവിടെ ഒന്നായിരിക്കാം, ആ കല്ല് ചിലപ്പോൾ ഒഴുകി ഇവിടെ ഒന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ജീവിച്ചിരുന്ന എക്കോസിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടൊന്നും നമുക്ക് അതിനെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഫോസിലിന്റെ സ്ട്രക്ചർ പഠിക്കാം, ആ ഫോസിലിന്റെ സൈസ് പഠിക്കാം. ഇതൊക്കെ നോക്കിയിട്ട് അതിന്റെ ആ ഫോസിലിന്റെ മോർഫോളജി നോക്കിയിട്ട് മാത്രമേ നമുക്ക് ബാക്കി പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫോസിലിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പാലിയോന്റോളജി ഫീൽഡിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മോർഫോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഫോസിൽ കിടക്കുവാണെങ്കിൽ അതിന് വിങ്സ് ഉണ്ട്, വിങ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ബേർഡിനാണ്, അതിന് ബീക്ക് ഉണ്ട്, ഓക്കെ, അതൊരു ബേർഡിന്റെയാണ്. അതിന് ഫെദറിന്റെ അംശം അല്ലെങ്കിൽ ഫെദറിന്റെ ബോൺസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ക്ലോസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ആ ഫോസിൽ കാണാൻ പറ്റും. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിങ്സ്, ബീക്ക്, അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ നമുക്കൊരു ഫോസിൽ നിന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വച്ചിട്ട് അല്ലെങ്കിൽ മോർഫോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് മാത്രമേ നമുക്കൊരു പാലിയോന്റോളജി ഫീൽഡിൽ, ഒരു ഫോസിലുമായിട്ട് പഠിക്കാൻ പറ്റിയ ഫീൽഡിൽ നമുക്ക് മോർഫോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേറെ ഒന്നും ആപ്ലിക്കബിൾ അല്ല. ഏറ്റവും സ്യൂട്ടബിൾ ആണ് ഒരു MCQ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ദ ഫോർ. മോർഫോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റിനെ കാട്ടിയും അഡ്വാൻസ് ആയിട്ടുള്ള സ്പീഷ്യസ് കൊണ്ട് കാണും. ഈ 4 ഓപ്ഷനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ 4 ഓപ്ഷനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാ? മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, ആ ഫോസിലിന്റെ സ്ട്രക്ചർ, ഷേപ്പ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പാലിയോന്റോളജി മേഖലയിൽ നമുക്ക് മോർഫോളജിക്കൽ സ്പീഷ്യസ് കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ പഠിക്കാൻ എളുപ്പമാണ് എന്ന് വെക്കുക. ഇനി അടുത്ത 27ാമത്തെ ചോദ്യം. 27ാമത്തെ ചോദ്യം ICZ ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യമുണ്ട്. ഇന്റർനാഷണൽ കോഡ് ഓഫ് നാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ് ICZ. നമ്മളെ പേരിലുള്ള ചടങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ICZ എന്ന് പറയുന്നത്. ഈ ICZന്റെ ഫംഗ്ഷൻ അല്ലാത്ത എന്ന ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ICZന്റെ റോൾ അല്ലാത്തത്? ICZ ജോലി ചെയ്യാത്തത് ഏതിനെ പറ്റിയ? സ്പീഷ്യസ് നമുക്ക് അറിയാം, ICZന്റെ ഒരു ജോലിയാണ് സ്പീഷ്യസിന് പേര് കൊടുക്കുക. നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഒക്കെ വെച്ചിട്ട് ഒരു സ്പീഷ്യസിന് പേര് കൊടുക്കുക എന്നുള്ളത് ICZന്റെ ഒരു നിയമപ്രകാരമുള്ള ഒരു ജോലിയാണ്. സബ് സ്പീഷ്യസ് നെയിമിനെ കണ്ടുപിടിക്കുക, സ്പീഷ്യസിന്റെയും താഴെ വരുന്ന ലെവൽ, അതാണ് സബ് സ്പീഷ്യസ് എന്ന് പറഞ്ഞ, അതിനെ കണ്ടുപിടിക്കുക, അതിന്റെ പേര് കൊടുക്കുക, അത് നമ്മൾ ICZന്റെ ജോലിയാണ്. ഫാമിലി നെയിംസ് കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ ICZന്റെ ജോലിയാണ്. ഏത് ഫാമിലി പെടുന്ന ആൾക്കാരാണ് ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ ഏത് ഫാമിലി എന്ന് കണ്ടുപിടിക്കുക എന്നും ICZ ജോലിയാണ്. ഇനി വെറൈറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവരെ ജോലിയല്ല. ICZ ഈ വെറൈറ്റികളെ പുറകെ പോകത്തില്ല. എന്തുവാണ് വെറൈറ്റി? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഈ സ്പീഷ്യസിന്റെയും അടിയിൽ വരുന്ന ആൾക്കാരാണ് സബ് സ്പീഷ്യസ്. സബ് സ്പീഷ്യസിൽ നിന്നും താഴെ വരുന്ന ആൾക്കാരാണ് വെറൈറ്റി. ഇവിടം വരെ മാത്രമേ നമ്മൾ ICZന് റോൾ ഉള്ളൂ. ICZ ആൻഡ് സബ് സ്പീഷ്യസ് വരെ കുഴപ്പമില്ല, ഇത്രയും ജോലി ഞാൻ ചെയ്തോളാം. സബ് സ്പീഷ്യസിന്റെ പേര് വരെയും അതിന്റെ ഫാമിലി ഓർഡർ എല്ലാം ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷെ ഇനി ഇതും കൂടെ ചെയ്യാൻ എനിക്ക് വയ്യ. ഇനി സബ് സ്പീഷ്യസിന് താഴെ പിന്നെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒരു കോമൺ സ്പീഷ്യസിനകത്തുള്ള വെറൈറ്റീസ് ഇഷ്ടംപോലെ കാണും. അപ്പോൾ നമ്മൾ ഡോഗ് എടുത്തു കഴിഞ്ഞാൽ ഡോഗിന് തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ബ്രീഡുകളുണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു നാടൻ പട്ടിക്കും ആ വെറൈറ്റിക്കും തമ്മിൽ ക്രോസ് ചെയ്യാനൊക്കെ പറ്റും. ഇവർക്ക് ആ സ്പീഷ്യസിലുള്ള ആൾക്കാരുമായിട്ട് മേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒരു സ്പീഷ്യസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ സബ് സ്പീഷ്യസും അതിനേക്കാളേറെ വെറൈറ്റീസും കാണും. ആ വെറൈറ്റീസിനെ എല്ലാം കൂടെ ഒരു ഡോഗ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് നമ്മൾ പറയത്തില്ലേ, ആ വെറൈറ്റീസ് എല്ലാം കൂടെ പിന്നെ പേര് കൊടുക്കുന്ന ജോലിയും കൂടെ നമ്മൾ ICZനും ചെയ്യത്തില്ല. അപ്പോൾ ICZന്റെ ഫംഗ്ഷൻ അല്ലാതെ വെറൈറ്റികൾക്ക് പേര് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ICZന്റെ ഫംഗ്ഷൻ അല്ല. ഇവിടം വരെ ഇവര് ചെയ്തോളും, സ്പീഷ്യസ് സബ് സ്പീഷ്യസ് നെയിം വരെ ചെയ്തോളും. പക്ഷേ വെറൈറ്റിക്ക് പേര് കൊടുക്കുക എന്നുള്ളത് ICZ ജോലിയല്ല. അപ്പോൾ വെറൈറ്റി കംസ് ആഫ്റ്റർ. സബ് സ്പീഷ്യസിനും പിന്നെ താഴെയാണ് നമ്മളെ വെറൈറ്റി വരുന്നത്. വെറൈറ്റിക്ക് പേര് കൊടുക്കുന്നത് ICZന്റെ ജോലിയല്ല. ഓക്കെ, അത് ഒത്തോണം. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് പോവുക. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സബ് സ്പീഷ്യസ് ആണോ വെറൈറ്റി ആണോ എന്നൊക്കെ സംശയം വരും. അപ്പോൾ ആ സംശയം ഇപ്പോൾ തന്നെ തീർത്തു പോവുക. ഓക്കെ, അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യമാണ്. വിച്ച് ടാക്സോണമിക് ഈസ് മോസ്റ്റ് യൂസർ ഫ്രണ്ട്ലി ഫോർ ബിഗിനേഴ്സ്? ഒന്നും അറിയാത്ത ഒരാൾ, ഒന്നും അറിയത്തില്ല, ബയോളജി മേഖലയിൽ പുതുതാണ്, വലിയ സയന്റിസ്റ്റോ ആളോ ഒന്നും അല്ല,
കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ അയാൾ ഏത് കീ ഉപയോഗിക്കുന്നത് നല്ലത്? പോളിക്ലേവ് കീ ഉപയോഗിക്കണോ, ഡൈക്കോട്ടോമസ് ഉപയോഗിക്കണോ, മോളിക്കുലാർ കീ ഉപയോഗിക്കണോ, ഇലക്ട്രോണിക് കീ ഉപയോഗിക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞു ഡൈക്കോട്ടോമസ് കീക്കകത്ത് 2 സ്റ്റേറ്റ്മെന്റ് കാണും. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫില്ലാക്കുവാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് വിങ്സ് പ്രസന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കാണും. വിങ്സ് പ്രസന്റ് ആണ് നമ്മളെ കയ്യിരിക്കുന്ന ഓർഗാനിസത്തിനകത്ത് വിങ്സ് പ്രസന്റ് ആണെങ്കിൽ ആ ഗോ ടു സ്റ്റേറ്റ്മെന്റ് 4 എന്ന് കാണും. അപ്പോൾ നമ്മൾ ഇത് ഒന്നാം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പോകണം. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു ഇത് കാണും. അത് ഫില്ലാക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തതിൽ പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന ഒരു മെത്തേഡാണ് ഡൈക്കോട്ടോമസ് കീക്കകത്തുള്ളത്. അത് എളുപ്പമാണ്. നമ്മളില്ല പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നമുക്ക് മനസ്സിലാവും. സിമ്പിൾ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ കീ നമ്മൾ പി ജിയിലൊക്കെ നമ്മൾ ഈ ലാബിലൊക്കെ നമ്മൾ MSc പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ കീ വെച്ചിട്ട് നമ്മൾ ലാബിലൊക്കെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബുക്ക് കാണിക്കും. അത് ബുക്ക് ആകുമ്പോൾ തരും. അതിനകത്ത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് പോവുക. അങ്ങനെ അവസാനം ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഫുള്ള് കിങ്ഡം, ഫൈലി, ക്ലാസ്, ഓർഡർ എല്ലാം കിട്ടും. അതാണ് ഡൈക്കോട്ടോമസ് കീ. അത് എളുപ്പം. ഏത് സാധാരണക്കാരനും അത് നോക്കിയാൽ മനസ്സിലാവും. അത് നോക്കി വായിച്ച് എളുപ്പത്തിൽ നമുക്കൊരു പസില് സോൾവ് ചെയ്യുന്നത് പോലെ ഒരു ഓർഗാനിസം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ പോളിക്ലേവ് കീ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആക്സസ് കീസ് ആണ്. പോളിക്ലേവിന്റെ കീയുടെ വേറെ പേരാണ് മൾട്ടിപ്പിൾ ആക്സസ് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിഫറന്റ് മൾട്ടിപ്പിൾ എൻട്രീസ് ഒക്കെ ഉണ്ട്. ഡിഫറന്റ് എൻട്രീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യും. 2 സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സിനൊക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു കീയാണ് പോളിക്ലേവ് കീ. അത് ഒരു സാധാരണക്കാരന് പാടാണ്. മോളിക്കുലർ കീ എന്ന് ഒറ്റും പറ്റത്തില്ല. മോളിക്കുലർ സ്ട്രക്ചേഴ്സിനൊക്കെ ബേസിലുള്ള കീ ആണ്. അതൊരു സാധാരണക്കാരന് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും എളുപ്പം ഉപയോഗിക്കാൻ പറ്റിയ കീ എന്ന് വെച്ചാൽ ഡൈക്കോട്ടോമസ് കീ ആണ്. ഏറ്റവും എളുപ്പം കൺസ്ട്രക്ട് ചെയ്യാനും എളുപ്പം ഏതാ? നമ്മളെ ഡൈക്കോട്ടോമസ് കീ. പോളിക്ലേവ് കീ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനും കുറച്ചുകൂടെ പാടാ. ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട് ഡൈക്കോട്ടോമസ് കീ ആണ്. കൺസ്ട്രക്ട് ചെയ്യാനും എളുപ്പം ഡൈക്കോട്ടോമസ് കീ ആണെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് ഈസി ടു കൺസ്ട്രക്ട് എന്ന് ചോദിച്ചാലും അത് ഡൈക്കോട്ടോമസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. അത് പോളിക്ലേവ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ച് പാട്. ഈ മോളിക്കുലർ ഇലക്ട്രോണിക് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക അധികം നിങ്ങൾ കേൾക്കാത്ത കീകളാണ്. ഇത് രണ്ടുമായിരിക്കും എപ്പോഴും ഓപ്ഷനിൽ കാണുന്നത്. അപ്പൊ പോളിക്ലേവ് കീസ് ആ ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഡൈക്കോട്ടോമസ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ആളാരാ? നമ്മളെ ഡൈക്കോട്ടോമസ് കീ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് എന്തിന് ഇതൊക്കെ ഫെയിൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ ബയോളജിക്കൽ സ്പീഷീസ് നമുക്ക് കോൺസെപ്റ്റും അറിയാം. ആരുണ്ട്? നമ്മളെ ജോർദാനും മേയർ കൊണ്ടുവന്ന സ്പീഷീസ് കോൺസെപ്റ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ക്യാൻ ഇന്റർബ്രീഡ് ദംസെൽഫ്, ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് എന്നൊക്കെ പറഞ്ഞ സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. അവര് എന്തിനൊക്കെ ഫെയിൽ ചെയ്യുന്നു? അവര് എവിടെയൊന്നും ആപ്ലിക്കബിൾ അല്ല. എന്ന് വെച്ചാൽ അസെക്ഷൽ ഓർഗാൻസിന്റെ കേസിൽ നമുക്ക് ബയോളജിക്കൽ സ്പീഷീസ് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മള് എന്തുവാ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസം ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിവ് വേണം, തമ്മിൽ ബ്രീഡ് ചെയ്യാൻ കഴിവ് വേണം, റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ ഒരു സെക്ഷുവൽ ഓർഗാൻസിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ അസെക്ഷൽ ഓർഗാൻസിന്റെ കേസ് പറയുന്നില്ല. അപ്പോൾ അസെക്ഷൽ ഓർഗാൻസിന്റെ കേസിൽ നമുക്ക് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് പറയാൻ പറ്റത്തില്ല. ഇനി ഒരു ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ഫോസിൽ കിട്ടി, ഒരു കല്ലിൽ നിന്ന് ഒരു ഫോസിൽ കിട്ടിയെന്ന് വരിക, അതിനകത്ത് അതിന് ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റുമെന്നോ അത് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തേയില്ല. അത് എങ്ങനത്തെ ആളാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നമുക്കൊരു ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമുക്ക് മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ഉപയോഗിക്കാം, അവിടെ നമുക്ക് ബയോളജിക്കൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്തത് സെൽഫ് ഫെർട്ടിലൈസിങ് സ്പീഷീസ്, തമ്മിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ സ്പീഷീസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തുവാ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യുന്ന കൊടുക്കാൻ പറ്റത്തുള്ളൂ. സെൽഫ് ഫെർട്ടിലൈസ്, സ്വന്തമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവരെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫാൾസ് ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറയും. അത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ബയോളജി കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഈ 3 പേരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല. സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ഹയർ ഓർഡർ ഓർഗാനിസം, ദേ ക്യാൻ ഇന്റർബ്രീഡ് ദംസെൽഫ്, ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്, അങ്ങനെയുള്ള ഓർഗാനിസിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഏറ്റവും അക്സെപ്റ്റഡ് ഇവരാണ്. നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തതിൽ ഏറ്റവും നമുക്ക് പഠിക്കാനുള്ള സ്പീഷീസ് കോൺസെപ്റ്റിനകത്ത് ഏറ്റവും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സ്പീഷീസ് കോൺസെപ്റ്റ് ഒന്ന് ഇതാ, ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. തെറ്റ് കൃത്യങ്ങൾ ഒരുപാടില്ലാത്ത ഒരു സ്പീഷീസ് കോൺസെപ്റ്റ് ഇത് എന്ന് വെച്ചാൽ ഇതിനകത്ത് അതിൽ തന്നെ പോരായ്മകളുണ്ട്. ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് നമ്മൾ അക്സെപ്റ്റബിൾ ആണെങ്കിലും കുറച്ച് ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് അക്സെപ്റ്റബിൾ ആണെങ്കിലും അതിന്റെ 3 പോരായ്മകളാണ് പറഞ്ഞത്. ഈ 3 പോരായ്മകൾ എഴുതി വെച്ചോണം. ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 പോരായ്മകൾ നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിന്റെ 3 ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ പോരായ്മകളാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യം പോവാം. സ്പീഷീസ് ആസ് ഇൻഡിവിജ്വൽസ് ഈ സെൻട്രൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫെനറ്റിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തോ അല്ല നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്, വേറെ ഒരു ആൾക്കാരൊന്നും ഇല്ല. സ്പീഷീസ് എന്ന് പറയുന്നതേ മനുഷ്യനുണ്ടാക്കിയ സംഭവമാണ്. അങ്ങനെ സംഭവമില്ല, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. മനുഷ്യനുണ്ടാക്കിയതാണ് ഈ സ്പീഷീസ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ. സ്പീഷീസ് എന്ന് പറയുന്ന വാക്കുകളൊന്നും അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തുവാ സ്പീഷീസ് എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസാ. ഞാനൊരു ഇൻഡിവിജ്വൽ, നീ വേറെ ഇൻഡിവിജ്വൽ, അടുത്ത ആള് വേറൊരു ഇൻഡിവിജ്വൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. സ്പീഷീസ് എന്ന വാക്ക് തന്നെ മനുഷ്യന്മാർ കൊണ്ടുവന്നതാണ്. അങ്ങനെ പറഞ്ഞ കോൺസെപ്റ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞതാ. നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ് നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ 31ാമത്തെ അടുത്താണ് ഇൻസിപ്പിയന്റ് സ്പീഷീസ്. വെരി ഇമ്പോർട്ടന്റ്, ഇൻസിപ്പിയന്റ് സ്പീഷീസ്. ഓക്കെ, നമ്മൾ സെറ്റ് മേഖലയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻസിപ്പിയന്റ് സ്പീഷീസ്. ഓക്കെ, എന്തുവാണ് ഇൻസിപ്പിയന്റ് സ്പീഷീസ് നോക്കാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇൻസിപ്പിയന്റ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻസിസ്റ്റർ, ഇതൊരു ആൻസിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു പൂർവികൻ, ഒരു ആൻസിസ്റ്റർ. അതിൽ നിന്ന് പയ്യെ എവല്യൂഷൻ ചേഞ്ച് ആണ്. എവല്യൂഷൻ എന്ന് വെച്ചാൽ പയ്യെ ചേഞ്ചസ് ആണ്. ഇതിൽ നിന്ന് പയ്യെ ചേഞ്ച് ആയി ബി ആകണം. ബി പുതിയൊരു സ്പീഷീസ് ആകാനായിട്ട് പോകുക. അങ്ങനെ എ പയ്യെ ബി ആകാനായിട്ട് പോകുന്നില്ലേ, ബി ആയില്ല. ബി എ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം എവല്യൂഷൻ സംഭവിച്ചിട്ട് ബി എന്ന് പറയുന്ന പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇടയ്ക്കുള്ള കണ്ടീഷൻ എ എന്ന് പറയുന്ന ആള് എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ബി ആയിട്ട് മാറും. കുറച്ചു നാളോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വേറൊരു സ്പീഷീസ് ആയി. ഇങ്ങനെ ആയില്ല, ബി ആയതുമില്ല, എ പയ്യെ ബി ആകാനായിട്ട് പോകുന്ന ഈ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ഇൻസിപ്പിയന്റ് സ്പീഷീസ്. അവര് ഓൺ വെർജ് ഓഫ് സ്പീഷീസ് എന്ന് വെച്ചാൽ അവര് പുതിയ സ്പീഷീസ് ആകാറായി. അപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ ഇനി കുറെ നാൾ കഴിഞ്ഞ് കാണാൻ പറ്റത്തില്ല. അയാള് പയ്യെ എവല്യൂഷൻ സംഭവിച്ച് ചേഞ്ച് നടന്ന് ബി എന്ന് പറയുന്ന പുതിയൊരു സ്പീഷീസ് ആയി മാറാൻ പോവാണ്. അവര് സ്പീഷീസിന്റെ വെർജിലാണ് എന്ന് വെച്ചാൽ അറ്റത്തിരിക്കും. ഇവിടെ വരായി. ഇനി കുറച്ച് നാളൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞു, 10 മില്യൺ വർഷം കഴിഞ്ഞു, ഇനി കുറച്ച് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ബി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഓൺ ദ വെർജ് ഓഫ് സ്പീഷിയേഷന്റെ അറ്റത്തിരിക്കുക. ഇനി കുറച്ച് നാളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പുതിയൊരു സ്പീഷീസ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. അവർ അത്രത്തോളം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞു. പുതിയൊരു സ്പീഷീസ് ആയിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും അവര് കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ഇൻസിപ്പിയന്റ് സ്പീഷീസ്. അപ്പോൾ ഇൻസിപ്പിയന്റ് സ്പീഷീസ് പുതിയൊരു സ്പീഷീസ് ആയോ? പുതിയൊരു സ്പീഷീസ് ആയില്ല. ആകാറായി വരുന്നതേ ഉള്ളൂ. ആകാറായി വന്നു. എ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ബി ആകാറായി. കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അവർ ബി ആയിട്ട് മാറും, പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറും. അത്രത്തോളം ചേഞ്ച് അവർക്ക് നടന്നു, ഒരുപാട് ചേഞ്ച് നടന്നു. അങ്ങനെയുള്ള സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഇൻസിപ്പിയന്റ് സ്പീഷീസ്. അവർ ആൻസിസ്റ്ററിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അവർ പുതിയ ഒരാളായിട്ട് മാറാൻ ഫുള്ളി പ്രിപ്പയർ ആയി കഴിഞ്ഞു. ആൻസിസ്റ്ററിൽ നിന്ന് കംപ്ലീറ്റ്ലി അവർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസിപ്പിയന്റ് സ്പീഷീസ്. ഓൺ ദ വെർജ് ഓഫ് സ്പീഷിയേഷൻ ആകാറായിട്ട് നിൽക്കുന്ന ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻസിപ്പിയന്റ് സ്പീഷിയേഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിൽ പോവാം. സബ് സ്പീഷ്യസ് റെപ്രസെന്റ്. എന്തുവാണ് സബ് സ്പീഷ്യസ്? എന്തുവാണ് സബ് സ്പീഷ്യസ്? കേട്ടോണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു കിങ്ഡം ഉണ്ട്, ഫൈലം ഉണ്ട്, ക്ലാസ്, ഫാമിലി, ഓർഡർ, ക്ലാസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് ഉണ്ട്. ഈ സ്പീഷ്യസിനും താഴെ വരുന്ന ആൾക്കാരാണ് സബ് സ്പീഷ്യസ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ആ സ്പീഷ്യസിന്റെയും താഴെ വരുന്ന ആൾക്കാരാണ് സബ് സ്പീഷ്യസ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഏഷ്യൻ എലിഫന്റും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഏഷ്യൻ എലിഫന്റും ആഫ്രിക്കൻ എലിഫന്റും, ഏഷ്യൻ എലിഫന്റും ആഫ്രിക്കൻ എലിഫന്റ് രണ്ട് സ്ട്രക്ചർ ഒക്കെ ഡിഫറെന്റ് ആവും. ഒന്നിന് നല്ല നീളമുള്ള കൊമ്പ് കാണും, ഒന്നിന് കൊമ്പിന്റെ ഇതൊക്കെ കുറച്ച് കുറവായിരിക്കും. ഏഷ്യൻ എലിഫന്റും ആഫ്രിക്കൻ എലിഫന്റും, നമ്മൾ ഇന്ത്യൻ ടൈഗർ, മറ്റേ സൈബീരിയൻ ടൈഗർ എന്ന് കേൾക്കാം. എന്ന് വെച്ചാൽ ഈ ഏഷ്യൻ എലിഫന്റും ആഫ്രിക്കൻ എലിഫന്റും ബിലോങ് ടു സെയിം സ്പീഷ്യസ്. അവർ രണ്ടും സെയിം സ്പീഷ്യസ് ആണ്. അവർ രണ്ടുപേരും എലിഫന്റ് എന്ന് പറയുന്ന സ്പീഷ്യസ് ആണ്. പക്ഷെ ആ സ്പീഷ്യസിന്റെ അണ്ടറിലാണ് ഇവര് പിന്നെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മാറുന്നതനുസരിച്ചിട്ട്
ആഫ്രിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ അവിടെയുള്ള എലിഫന്റ് അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസിന് സൂട്ടബിൾ ആയിട്ടുള്ള എവല്യൂഷൻ അവരെ ബോഡിക്കകത്ത് വരും. ഒരുപാട് മാറ്റങ്ങൾ അവരെ ബോഡിക്കകത്ത് വരും. അപ്പോൾ അവരൊക്കെ ഉണ്ടാവുന്ന ബോഡിക്കകത്തുള്ള ചേഞ്ച് വേറെ. ഏഷ്യയിൽ നമ്മളിവിടെ കാണപ്പെടുന്ന എലിഫന്റിന് കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ബോഡിക്കകത്ത് വന്ന ചേഞ്ച് വേറെ. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഏഷ്യൻ എലിഫന്റും ആഫ്രിക്കൻ എലിഫന്റും രണ്ടും ഒരേ സ്പീഷീസ് ആണ്. രണ്ടും സെയിം സ്പീഷീസ് ആണ്, ബട്ട് ദേ ആർ സബ് സ്പീഷ്യസ്. അവർക്ക് വേണമെങ്കിൽ തമ്മിൽ ബ്രീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഏഷ്യൻ എലിഫന്റിനും ആഫ്രിക്കൻ എലിഫന്റിനും തമ്മിൽ ബ്രീഡ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഇന്റർബ്രീഡ്. അവർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും, കാരണം അവർ ഒരു സ്പീഷീസിൽ വരുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏഷ്യൻ സബ് സ്പീഷീസുകൾ തമ്മിൽ ബ്രീഡ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ബ്രീഡ് ദംസെൽസ്. ദേ ക്യാൻ ബ്രീഡ്. അവർക്ക് തമ്മിൽ ബ്രീഡ് ചെയ്യാൻ പറ്റും, തമ്മിൽ മേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ സെപ്പറേഷൻസ് വന്നുകൊണ്ട് ഇവിടെ ഒരു എലിഫന്റ് സ്പീഷീസ് ആയിരുന്നു, അതിനകത്ത് കുറച്ചു പേര് ഏഷ്യൻ കോണ്ടിനെന്റിൽ പോയി. അപ്പോൾ അവരുടെ ബോഡിക്കകത്ത് അവിടെ ഉള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. ഇനി കുറച്ചു പേര് ആഫ്രിക്കയിലോട്ടാണ് പോയത്. അങ്ങനെയാണെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസുമായിട്ട് പൊരുത്തപ്പെട്ടുള്ള മാറ്റങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ ജോഗ്രഫിക്കലി സെപ്പറേഷൻസ് വന്നുകൊണ്ട് അവർ ഡിസ്റ്റിൻറ്റ് ആയിപ്പോയി. ജോഗ്രഫിക്കൽ സെപ്പറേഷൻ വന്നുകൊണ്ട് അവരുടെ ബോഡിക്കകത്ത് മാറ്റങ്ങൾ വന്നു. അവർ വേറെ ആൾക്കാരായിട്ട് മാറി. അതാണ് സബ് സ്പീഷ്യസ്. ഒരു സ്പീഷ്യസ് ആയിരുന്നു, അവർ ജോഗ്രഫിക്കൽ സെപ്പറേഷൻ വന്നുകൊണ്ട് ഒരു കൂട്ടർ അങ്ങാട്ടും ഒരു കൂട്ടർ ഇങ്ങോട്ടും പോയി. ഇവിടെ ഉള്ളക്കാരാണ് വേറെ ആയിട്ട് മാറും. ഇവിടെ ആൾക്കാർ പിന്നെ വേറെ ചേഞ്ചസ്, അവരുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചസ് വരും. അതാണ് സബ് സ്പീഷ്യസ്. ഇവർക്ക് വേണമെങ്കിൽ തമ്മിൽ മേറ്റ് ചെയ്യാം. ഇയാൾക്ക് ഇയാളെ മേറ്റ് ചെയ്യാം, ഇയാൾക്ക് ഇയാളെ മേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സബ് സ്പീഷ്യസ് ക്യാൻ മേറ്റ് ഈച്ച് അതർ. അവർക്ക് തമ്മിൽ മേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ഓർത്തോണം. ഓക്കെ, അപ്പോൾ സബ് സ്പീഷ്യസ് എന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ സിബ്ലിംഗ് സ്പീഷ്യസും ക്രിപ്റ്റിക്കും നമുക്ക് അറിയാം അല്ലേ. മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ആൾക്കാരാണ് സിബ്ലിങ്ങും ക്രിപ്റ്റിക്കും ഒക്കെ. ഹൈബ്രിഡ് നമുക്ക് അറിയാം, നീ പറയും ഹൈബ്രിഡ് നമുക്ക് പറയുന്നു കേട്ടോ. അടുത്ത 33ാമത്തെ ചോദ്യം. ന്യൂമറിക്കൽ ടാക്സോണമി എംഫസൈസ്. ന്യൂമറിക്കൽ ടാക്സോണമി നമ്മൾ പറഞ്ഞു, ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ അവര് കുറച്ച് ക്യാരക്ടേഴ്സ് അവർ നോക്കും. കൈ ഉണ്ടോ, ഹാൻഡ്സ് ഉണ്ട്, കൈ ഉണ്ടെങ്കിൽ 1 മാർക്ക്. ഇനി ഹെയർ ഉണ്ട് എങ്കിൽ 1 മാർക്ക്. അങ്ങനെ അവസാനം ഇന്ന ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എ എന്ന് പറയുന്ന ഓർഗാനിസത്തിന് 30 സ്കോർ, ബി എന്ന് പറയുന്ന ഓർഗാനിസത്തിന് 25 സ്കോർ. അങ്ങനെ ഏകദേശം അടുത്ത് വന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവർ രണ്ടുപേരെയും ഒരു സ്പീഷീസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. അവിടെ അവർ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ വെയിറ്റിംഗ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇനി അയാൾക്ക് കൈ ഉണ്ടെങ്കിലും 1 മാർക്ക്, അയാൾക്ക് മുടി ഉണ്ടെങ്കിൽ 1 മാർക്ക്, എല്ലാ ക്യാരക്ടേഴ്സിനും 1 മാർക്ക്. എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ മാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു DNA ഉണ്ടെങ്കിലും 1 മാർക്ക് കിട്ടത്തുള്ളൂ, ഹെയർ ഉണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഓർഗാനിസം ചിലപ്പോൾ ഒരു ബേർഡും വരും, ഒരു ഇൻസെക്റ്റും ഒരേ ഗ്രൂപ്പിൽ വരും. ഒരു ബേർഡും ഇൻസെക്റ്റ് ഒക്കെ നമ്മളിങ്ങനെ മാർക്കൊക്കെ കൊടുത്തിട്ട് ഒരാൾക്ക് 29 മാർക്കും ഒരാൾക്ക് 30 മാർക്കും ആയിരിക്കും അവസാനം കൊടുത്തു വരുമ്പോൾ നോക്കുമ്പോൾ അവസാനം വരുന്ന ഗ്രൂപ്പിനകത്ത് ഒരു ബേർഡും ഇൻസെക്റ്റ് ഒക്കെ ഒരേ ഗ്രൂപ്പിൽ വരും. മനസ്സിലായോ? ഒരു ബേർഡും ഇൻസെക്റ്റ് ഇവര് ഡിസിമിലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. ന്യൂമറിക്കൽ ടാക്സോണമി ഡിസിമിലർ ആൾക്കാര് ഡിസിമിലർ ആൾക്കാര് ഒരേ ഗ്രൂപ്പിൽ വരും. ബേർഡ്സും ഇൻസെക്റ്റ് ഒക്കെ അവസാനം ഒരു ഗ്രൂപ്പിൽ നിന്നിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ മാർക്ക്. ഇവിടെ വിങ്സ് ഉണ്ടോ നോക്കുമ്പോൾ ബേർഡ്സിന് വിങ്സ് ഉണ്ട് 1 മാർക്ക്, ഇൻസെക്റ്റിന് വിങ്സ് ഉണ്ടോ 1 മാർക്ക്. അങ്ങനെയാണെങ്കിൽ അവരെ ക്യാരക്ടേഴ്സ് നോക്കി മാർക്ക് കൊടുക്കുമ്പോൾ അവസാനം ബേർഡ്സിന് 30 മാർക്ക്, ഇൻസെക്റ്റിന് 30 മാർക്ക്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവസാനം സ്കോർ വെച്ച് നമ്മൾ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? രണ്ടുപേരും ഓരോ ഗ്രൂപ്പിൽ വരും. അപ്പോൾ ഡിസിമിലർ ആൾക്കാരെല്ലാം കൂടെ അവസാനം ഒരു ഗ്രൂപ്പിൽ ഒന്നിരിക്കും. ഓക്കെ, അതാണ് എന്ത് നമ്മൾ ഇതിന്റെ ഒരു ഡ്രോബാക്ക്. ഈക്വൽ വെയിറ്റേജ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അവർ എല്ലാ ക്യാരക്ടേഴ്സിനും തുല്യ മാർക്ക് കൊടുക്കുന്നു, തുല്യ വെയിറ്റേജ് കൊടുക്കുന്നു. അതിന്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഡിസിമിലർ ആൾക്കാർ എന്ത് ചെയ്യും? ഓരോ ഗ്രൂപ്പ്, ഇത് നോട്ട് ചെയ്യണം, ഡിസിമിലർ ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മളെ ന്യൂമറിക്കൽ ടാക്സോണമി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇനി അടുത്ത ചോദ്യം, ഹൈബ്രിഡ് സോൺസ്. ഹൈബ്രിഡ് സോൺസ് എന്താണ് ഹൈബ്രിഡ് സോൺസ്? ഹൈബ്രിഡ് സോൺസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോൺ ജീൻ ഫ്ലവർ ആണോ, പാർഷ്യൽ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണോ, കംപ്ലീറ്റ് ഐസൊലേഷൻ ആണോ, എക്കോളജിക്കൽ ഡൈവർജൻസ് ആണോ എന്നാണ് ചോദ്യം. ഇനി ഹൈബ്രിഡ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഏരിയ. ഹൈബ്രിഡ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏരിയ ആണ്. അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊരു വലിയ ഏരിയ, ഇതൊരു ഏരിയ. ഓക്കെ, ഇതൊരു ഏരിയ ആണ്, ഇതൊരു ഏരിയ ആണ്, ഇതൊരു ഏരിയ. ഇത് 2 ഏരിയ. ഇത് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഏരിയ, ഇത് വൈ എന്ന് പറയുന്ന ഒരു ഏരിയ. ഈ 2 ഏരിയക്കിടയ്ക്ക് വേറെ കുറച്ചൊരു ഏരിയ. ഓക്കെ, ഇതാണ് ഹൈബ്രിഡ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈബ്രിഡുകൾ ഫോം ചെയ്യാറുണ്ട്. ഇവിടെ റീപ്രൊഡക്റ്റീവില് ഇവിടെ വെച്ചാൽ ഇവിടത്തെ കുറച്ച് ആൾക്കാരും ഇവിടെ വന്നിട്ട് തമ്മിൽ മേറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ
വൈയിലെ കുറച്ച് ആൾക്കാരും എക്സിലെ ആൾക്കാരുമായിട്ട് ഇവിടെ ചേർന്നിട്ട് അവർ തമ്മിൽ എക്സും വൈയും കൂടെ അവിടെ കിടന്ന് മേറ്റ് ചെയ്യും. ആ മേറ്റ് ചെയ്യുന്ന ഏരിയ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് സോൺസ്. അപ്പോൾ ഇവർ രണ്ടുപേരും ജനറ്റിക്കലി ഡിസിമിലറാ. എക്സ് വേറൊരാള്, വൈ വേറൊരാളാ. അങ്ങനെയാണെങ്കിൽ ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള രണ്ടുപേര് മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ്. അപ്പോൾ ഈ ഏരിയയിൽ ഇഷ്ടം പോലെ ഹൈബ്രിഡ്സിന്റെ പ്രൊഡക്ഷൻ കാണും. ഒരു ഹൈബ്രിഡ് നമ്മളെ മ്യൂള് ഹോഴ്സും ഡോങ്കിയും കൂടെ ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള രണ്ടുപേര് ക്രോസ് ചെയ്തു. ഹോഴ്സ് ഡോങ്കി രണ്ടുപേര് ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ട് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് മ്യൂളിനെ കിട്ടി. അതേപോലെ ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള രണ്ടുപേര് കുറച്ച് സ്ഥലത്ത് കിടന്ന് ക്രോസ് ചെയ്യുന്നു. ആ സോണിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് സോൺ. അവിടെ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേഷൻ കുറവായിരിക്കും. റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് തന്നെ എക്സ് വൈനെ മേറ്റ് ചെയ്തില്ല. എക്സിനെ തന്നെ മേറ്റ് ചെയ്യും, വൈനെ തന്നെ മേറ്റ് ചെയ്യും. അതാണ് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേഷൻ. ഇവിടെ പാർഷ്യൽ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ എക്സിനെ മേറ്റ് ചെയ്യുന്നു, എക്സ് വൈനെ മേറ്റ് ചെയ്യുന്നു. അവർ ഓരോ ഡിഫറെന്റ് സ്പീഷീസ് ആണെങ്കിലും റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേഷൻ ഇല്ല. എന്ന് വെച്ചാൽ എക്സ് വൈനെയും വൈ എക്സിനെയും മേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഹൈബ്രിഡ് ഉണ്ടാവുന്നത്, ദ ഫോർമേഷൻ ഓഫ് ഹൈബ്രിഡ് ഓർഗാനിസം. അങ്ങനെ ഹൈബ്രിഡ് ഉണ്ടാവുന്ന ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് സോൺ. അപ്പോൾ രണ്ട് വലിയ ഏരിയയുടെ ഇടയ്ക്കുള്ള ആ ചെറിയൊരു ഏരിയ ആണ് നമ്മൾ ഹൈബ്രിഡ് സോൺ എന്ന് വിളിക്കും. അവിടെ ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് ഹൈബ്രിഡ്സ് ബിക്കോസ് ദർ ഈസ് ഓൺലി പാർഷ്യൽ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. തമ്മിൽ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഹൈബ്രിഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ സോൺ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് സോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്തിന് വഴിയൊരുക്കും? സ്റ്റെബിലൈസിങ് സെലക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷന്റെ ഒരു ടൈപ്പാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി സ്റ്റെബിലൈസിങ് സെലക്ഷനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഹൈറ്റ് ഉള്ള ആൾക്കാരുണ്ട് ഒരു സ്ഥലത്ത്, ഹൈറ്റ് കൂടിയ ആൾക്കാരുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ട്, മിഡിൽ പൊക്കമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സ്ഥലത്തെ നേച്ചർ ഫേവർ ചെയ്യുന്നത് മിഡിൽ ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ് ഇസ് കാൾഡ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഒരു എക്സ്ട്രീമിറ്റീസിനെയും ഫേവർ ചെയ്യുന്നില്ല, രണ്ട് എക്സ്ട്രീമിനെയും ഫേവർ ചെയ്യുന്നില്ല. അവിടുത്തെ നേച്ചർ ഫേവർ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഫോം ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് കാൾഡ് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കൂടിയ ആൾക്കാരെയും അവിടുത്തെ നേച്ചർ ഹൈറ്റ് കൂടിയ ആൾക്കാരെ ചത്തുവെക്കോ, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെയും ഇവിടെ ജീവിക്കേണ്ട ചത്തുവെക്കോ, മീഡിയം ഹൈറ്റുള്ള ആൾക്കാർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് നേച്ചർ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് കാൾഡ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇനി ഇവിടുത്തെ കുഴപ്പം എന്തുവാ? ഇവിടെ എപ്പോഴും മിഡിൽ ഹൈറ്റുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹൈറ്റ് ഈ സ്ഥലത്ത് അപ്പോൾ ഹൈറ്റ് കൂടിയ ആൾക്കാരും ഇല്ല, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരും ഇല്ല. അപ്പോൾ വരുന്ന തലമുറയുള്ള ആൾക്കാർക്കൊന്നും വെറൈറ്റി ഇല്ല, വരുന്ന തലമുറയിലെ ആൾക്കാർക്കൊക്കെ വേരിയേഷൻ ഇല്ല. അപ്പൊ ഇനി എത്ര തലമുറ വന്നാലും എല്ലാവർക്കും ഒരു മീഡിയം ഹൈറ്റുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ വേരിയേഷൻ കുറവാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിഡിൽ ഹൈറ്റുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇനി 10 വർഷം കഴിഞ്ഞാലും അവിടുത്തെ നേച്ചർ എന്തോ ഈ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണെങ്കിൽ എന്തു ചെയ്യും? ആ മിഡിൽ ഹൈറ്റുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ ഹൈറ്റ് കൂടിയ ആൾക്കാരും ഇല്ല, കുറഞ്ഞ ആൾക്കാരും ഇല്ല, വേരിയേഷൻസ് ഇല്ല. അവിടെ ഹൈറ്റ് കൂടിയ ആൾക്കാരും കുറഞ്ഞ ആൾക്കാരും ഇല്ലെങ്കിൽ അവിടെ വേരിയേഷൻസ് ഇല്ല. അവിടെ എപ്പോഴും വേരിയേഷൻ കുറവാണ്. ദേ റെഡ്യൂസ്ഡ് വേരിയേഷൻ ബിക്കോസ് അവിടുത്തെ നേച്ചർ ഫേവർ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ലെവൽ ആൾക്കാരെയാണ്. അപ്പോൾ ദർ ഈസ് റെഡ്യൂസ്ഡ് വേരിയേഷൻ. അവിടെ എത്ര നാൾ നോക്കിയാലും ആ മിഡിൽ ഹൈറ്റുള്ള ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ദർ ഈസ് റെഡ്യൂസ്ഡ് വേരിയേഷൻ. അപ്പോൾ സ്റ്റെബിലൈസിങ് സെലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് വേരിയേഷന്റെ അളവ് എന്തുമായിരിക്കും? കുറവായിരിക്കും. വേരിയേഷന്റെ അളവ് കുറവായിരിക്കും. കാരണം ഇന്റർമീഡിയറ്റ് ഹൈറ്റുള്ള ആൾക്കാർ മാത്രം അവിടെ ഉള്ളതുകൊണ്ട് അവിടെ പൊക്കം കൂടിയ ആൾക്കാരും ഇല്ല, പൊക്കം കുറഞ്ഞ ആൾക്കാരും ഇല്ല. അവിടെ വേരിയേഷൻ പയ്യെ കുറവായിരിക്കും. 36ാമത്തെ ചോദ്യം, പെരിപാട്രിക് സ്പീഷിയേഷൻ ഇൻവോൾവ്സ് ഡാഷ്. എന്തുവാണ് പെരിപാട്രിക് സ്പീഷിയേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് പറഞ്ഞുതരാം. പെരിപാട്രിക് ഇതൊരു മെയിൻ പോപ്പുലേഷൻ സങ്കല്പിക്കുക. ഈ മെയിൻ പോപ്പുലേഷന്റെ അറ്റത്ത് കുറച്ച് സ്പീഷീസ് ഇങ്ങനെ തമ്പടിക്കും. ഇതൊരു മെയിൻ പോപ്പുലേഷൻ ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു മെയിൻ പോപ്പുലേഷൻ ആണ്. അതിന്റെ അറ്റത്ത് കുറച്ച് സ്പീഷീസ് ഇങ്ങനെ വന്ന് കൂട്ടം കൂടി നിൽക്കും. അവരെ നമുക്ക് വൈ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഒരു സുപ്രഭാതത്തിൽ ഇവര് ഈ വൈ എന്ന് പറഞ്ഞ് ഇത്രയും ആൾക്കാർ വേറൊരു സ്ഥലത്തോട്ട് പോകും. അത്രയും ആൾക്കാർ വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി ജീവിക്കും. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാര് ഈ മെയിൻ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആൾക്കാർ അറ്റത്ത് പെരിഫറൽ റീജിയനിൽ ഇരുന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു?
അറ്റത്തോട്ട് ഇരുന്നിട്ട് വേറെ സ്ഥലത്തോട്ട് ഇവിടുത്തെ കണ്ടീഷൻസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു. അത്തരത്തിലുള്ള സ്പീഷീസിനാണ് പെരിപാട്രിക് സ്പീഷിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ പോപ്പുലേഷൻ നിന്ന് കുറച്ച് പേര് മാറിയിട്ട് വേറൊരു പോപ്പുലേഷനിലോട്ട് പോകുന്നു. ഇനി അവർ വേറൊരു പോപ്പുലേഷന്റെ ഭാഗമായി ഇവിടെ നിന്ന് ആൾക്കാർ പോയിട്ട് ഒരു വേറൊരു പോപ്പുലേഷന്റെ ഭാഗമായി, ദാറ്റ് ഇസ് കാൾഡ് പെരിപാട്രിക് സ്പീഷിയേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സ്പീഷീസിൽ നിന്ന് കുറച്ച് ആൾക്കാർ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു. ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫൗണ്ടർ എഫക്റ്റ്. ഇവിടെ 100 പേരുണ്ടായിരുന്നു, 10 പേര് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് പോകുന്നു. 10 പേര് വേറൊരു സ്ഥലത്ത് പോയിപ്പോ ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫൗണ്ടർ എഫക്റ്റ്. അപ്പോൾ പെരിപാട്രിക് സ്പീഷീസിനകത്ത് എപ്പോഴും ഒരു ഫൗണ്ടർ എഫക്റ്റ് കാണും. പെരിപാട്രിക് സ്പീഷീസ് എന്ന് വെച്ചാൽ അറിയാം, ഒരു മെയിൻ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേര് എന്ത് ചെയ്യുന്നു, അവിടുത്തെ കണ്ടീഷൻസ് നിന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് പോകുന്നു. ആരാണ് പെരിപാട്രിക് സ്പീഷിയേഷൻ? അവിടെ എപ്പോഴും ഒരു ഫൗണ്ടർ എഫക്റ്റ് കാണും. എന്ന് വെച്ചാൽ കുറച്ച് ഒരു മെയിൻ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേര് സ്പ്ലിറ്റ് ആയിട്ട് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ദാറ്റ് എഫക്റ്റ് ഈസ് കാൾഡ് ഫൗണ്ടർ എഫക്റ്റ്. അപ്പോൾ ഫൗണ്ടർ എഫക്റ്റ് നടന്നാലേ പെരിപാട്രിക് സ്പീഷിയേഷൻ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെരിപാട്രിക് സ്പീഷീസ് നടക്കണമെങ്കിൽ ഫൗണ്ടർ എഫക്റ്റ് നടക്കണം. ഫൗണ്ടർ എഫക്റ്റിന്റെ ആ റിസൾട്ടാണ് ആ പെരിപാട്രിക് സ്പീഷീസ് ഉണ്ടാകുന്നത്. ഇനി അവരവിടെ പോയിട്ട് അവർ വേറൊരു സ്പീഷീസ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യാം. അവിടുത്തെ ജോഗ്രഫി കണ്ടീഷൻ അനുസരിച്ചിട്ട് അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് അവർ വേറൊരു സ്പീഷീസ് ആയിട്ട് മാറും. അതാണ് എന്ത് പെരിപാട്രിക് സ്പീഷീസ്. പിന്നെ അവർക്ക് ഇവരുമായിട്ടൊരു ബന്ധം കാണത്തില്ല. ഈ എക്സ് എന്ന് പറയും, ഇവർക്ക് ഈ എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ടൊരു ബന്ധം കാണത്തില്ല. അവർ വേറൊരു സ്പീഷീസ് ആയിട്ട് മാറും അവിടെ പോയിട്ട്. അതാണ് പെരിപാട്രിക് സ്പീഷിയേഷൻ. അവിടെ ഫൗണ്ടർ എഫക്റ്റിന്റെ നെസസിറ്റി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം പ്രൊപ്പോസസ്. എന്താണ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന ചോദ്യം? എന്താണ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം? പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞുതരാം. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഷ്യസ് എക്സ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ് അവർക്ക് വർഷങ്ങളോളം ചേഞ്ച് ഒന്നും ഇല്ല, ചുമ്മാ ഇരിക്കുക. അവർക്ക് എവല്യൂഷൻ നടക്കുന്നേ ഇല്ല. എക്സ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ് വർഷങ്ങളോളം എവല്യൂഷൻ നടക്കുന്നതൊന്നുമില്ല. അവരതേപോലെ ഇരിക്കുക. 10 വർഷം, 100 വർഷം, 50, 100 ഇങ്ങനെ 100 ബില്യൺ ഇയേഴ്സ് ആയി, 100 വർഷമായി, 100 വർഷം എന്തോ ആയിക്കോട്ടെ, 100 വർഷമായിട്ട് ഒരു ചേഞ്ചും ഇല്ല. 101ാമത്തെ വർഷം എത്തപ്പോൾ അവർ പെട്ടെന്ന് വൈ ആയിട്ട് മാറുന്നു. എന്തുവാ, 100 വർഷം ഒരു ചേഞ്ചും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നൊരു ഓർഗാനിസം പെട്ടെന്ന് എന്ത് ചെയ്തു? ഇത്രയും നാള് ചുമ്മാ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് എന്ത് റാപ്പിഡ് ബേസ്റ്റ് വഴി എക്സ് എന്ന് പറയുന്ന ആള് വൈ ആയിട്ട് മാറുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. കുറെ നാള് പഠിക്കാതിരിക്കും. നമ്മൾ ഒഴിക്കും അവർ പഠിച്ചൊക്കെ തീർന്ന് അവർ മടുത്തെന്ന് വരിക്കും. പെട്ടെന്ന് ഒരു 30ാമത്തെ വയസ്സ് കഴിയുമ്പോൾ അവർ ഒഴിക്കും ഇനി പഠിച്ചു കഴിയാം, 35 വയസ്സ് വരെ സമയം ഉണ്ടല്ലോ, ഇനി പഠിച്ച് ജോലി വാങ്ങാം എന്ന് വിചാരിക്കും. അങ്ങനത്തെ ആൾക്കാർ അതേപോലെ ഒരു ലോങ് സ്റ്റാസിസ്, കുറെ നാൾ ചുമ്മാ ഇരിക്കുന്ന അവസ്ഥയാണ് സ്റ്റാസിസ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ സ്റ്റാസിസ് കുറയ്ക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി വാങ്ങണം, അങ്ങനെയെങ്കിൽ സ്റ്റാസിസ് നമ്മൾ കുറയ്ക്കാം. അപ്പോൾ ചുമ്മാതിരിക്കുന്ന അവസ്ഥയാണ് സ്റ്റാസിസ്. ഒരു ലോങ് സ്റ്റാസിസ്, കുറെ നാൾ ഇങ്ങനെ സ്റ്റാസിസ് കണ്ടീഷനിൽ ചുമ്മാതിരുന്നു. പെട്ടെന്ന് ഒരു ബേസ്റ്റ് നടന്നിട്ട് എന്താവുന്നു? പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നു. ദാറ്റ് ഇസ് കാൾഡ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ ആ ഇക്വിലിബ്രിയം ആണ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. ഓക്കെ, നമ്മൾ ഡാർവിന്റെ കോൺസെപ്റ്റ് അല്ലത്. ഡാർവിൻ വിശ്വസിക്കുന്നത് ഫൈലറ്റിക് ഗ്രാജുവലിസം. നമ്മൾ പറയും ഡാർവിന്റെ കോൺസെപ്റ്റ് ഫൈലറ്റിക് ഗ്രാജുവലിസം ആണ്. നമ്മളത് പറയും, എക്സ്പ്ലെയിൻ ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, ലോങ് സ്റ്റാസിസ് പ്ലസ് റാപ്പിഡ് ബേസ്റ്റ്. ഒരു ഓർഗാനിസം കുറെ നാൾ ചുമ്മാതിരുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ബേസ്റ്റ് ആയിട്ട് പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറാം. അപ്പോൾ അവർക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് കാണത്തില്ല. ഓക്കെ, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് കാണത്തില്ല എന്ന് വെച്ചാൽ ഇത് എക്സിന്റെയും വൈയുടെ ഇടയ്ക്ക് സ്റ്റേജ് ഒന്നും കാണത്തില്ല. ഇടയ്ക്ക് ആൾക്കാരില്ല. അപ്പൊ അവര് ഫോസിൽ നോക്കുമ്പോൾ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് കാണത്തില്ല. എക്സ് പെട്ടെന്ന് ഒരു സുപ്രഭാതി വൈ ആയതല്ലേ, പെട്ടെന്ന് വൈയുടെ മാറിയുണ്ട് അവർക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് കാണത്തില്ല. ഓക്കെ, ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് കാണത്തില്ല. ഒരാള് അടുത്ത ആളായിട്ട് അങ്ങനെ പോവല്ല. ഒരാള് അടുത്ത ആളാവുന്നു അങ്ങനെ പോവല്ല. എക്സ് കുറെ നാൾ ചുമ്മാ ഇരുന്നിട്ട് പെട്ടെന്ന് വൈ ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്ക് വേറെ ആളില്ല. വൈക്ക് മുമ്പ് എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് കഴിഞ്ഞിട്ട് വൈ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് ആരുമില്ല നമ്മളെ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിനകത്ത്. അപ്പോൾ ആ പോയിന്റ് ചെയ്ത് വെച്ചേക്കുക. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിനകത്ത് there is no intermediate stages present. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫീനോഗ്രാം. നേരത്തെ പറഞ്ഞ ഫീനോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ആ ന്യൂമറിക്കൽ മോളിക്കുലർ നമ്മൾ ഫിനോഗ്രാംസ് അല്ലെങ്കിൽ ഫെനോഗ്രാംസ് കൺസിഡർ ചെയ്യുന്ന എക്സ്റ്റേണൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഇപ്പൊ നമുക്ക് കൈയുണ്ടോ കാലുണ്ടോ അങ്ങനെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്ന ഗ്രാഫാണ് ഫീനോഗ്രാം. നേരത്തെ പറഞ്ഞത് അവിടെ നമ്മളെ സിമിലാരിറ്റിയെ നോക്കുന്നുള്ളൂ. അയാൾക്ക്
കൈയുണ്ടോ കാലുണ്ടോ അങ്ങനെ സിമിലാരിറ്റി നോക്കിയിട്ട് കൺസിഡർ ചെയ്യുന്ന ഗ്രാഫാണ് ഫിനോഗ്രാം. അത് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ സിമിലാരിറ്റി മാക്സിമം കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രം നോക്കുന്നു. അതാണ് ഫിനോഗ്രാം എന്ന് പറയുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പ്രീ സൈഗോട്ടിക് ഐസൊലേറ്റിക് മെക്കാനിസം. പ്രീ സൈഗോട്ടിക് ഐസൊലേറ്റിംഗ് മെക്കാനിസം എന്താണ്? ഇതിനകത്ത് ഏതല്ല പ്രീ സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം അല്ലാത്തത് ഏതാണ്? ഓക്കെ, ഇത് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യമേ പ്രീ സൈഗോട്ടിക് ഐസൊലേറ്റിംഗ് മെക്കാനിസം എന്തുവാണെന്ന് പറയാം. എന്തുവാണ് പ്രീ സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം എന്തുവാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡോഗ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ്, കാറ്റ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ്. ഓക്കെ, ഡോഗ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ് നമുക്കെല്ലാവർക്കും അറിയാം. കാറ്റ് എന്ന് പറയുന്നത് വേറൊരു സ്പീഷ്യസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യോ? തമ്മിൽ ഇവര് മേറ്റ് ചെയ്യോ? ഡോഗും കാറ്റും കൂടെ മേറ്റ് ചെയ്യോ? ഇല്ല. തമ്മിൽ ഇവരൊരു വേറൊരു സ്പീഷ്യസ്, ഇവര് വേറൊരു സ്പീഷ്യസാ. തമ്മിൽ ഒരു മേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡിഫറന്റ് സ്പീഷീസുകൾ തമ്മിൽ മേറ്റ് ചെയ്യത്തില്ല. അതിനിടയ്ക്ക് എന്തുണ്ട്? ഐസൊലേറ്റിംഗ് മെക്കാനിസം ഉണ്ട്. ഒരിക്കലും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസ് തമ്മിൽ മേറ്റ് ചെയ്യത്തില്ല നമ്മുടെ പ്രകൃതിയിൽ. അത് നമ്മൾ പ്രീ സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം വെച്ചാൽ നമ്മുടെ പ്രകൃതിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെ ഒരിക്കലും മേറ്റ് ചെയ്യിക്കലും എങ്ങനെയെങ്കിലും രണ്ടുപേരും മേറ്റ് ചെയ്ത് തടയുക. അതിന് ഇഷ്ടം പോലെ മെത്തേഡ് ഉണ്ട്. പ്രീ സൈഗോട്ടിക് മെത്തേഡ് എന്ന് വെച്ചാൽ സൈഗോട്ട് ഉണ്ടാവുന്നതിന് മുമ്പേ, സൈഗോട്ട് എന്ന് വെച്ചാൽ രണ്ടുപേര് മേറ്റ് ചെയ്യുന്നു, സ്പേം കൂടെ ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു. അങ്ങനെയെങ്കിൽ സൈഗോട്ട് ഉണ്ടാവുന്നതിന് മുമ്പേ ഇവരെങ്ങനെയൊക്കെ തടയാം, അതാണ് പ്രീ സൈഗോട്ടിക് മെക്കാനിസം. പ്രീ മെക്കാനിസം വെച്ചാൽ എങ്ങനെയൊക്കെ രണ്ടുപേര് മേറ്റ് ചെയ്യുന്നത് തടയാം ബിഫോർ സൈഗോട്ട് ഫോർമേഷന് മുമ്പ് എങ്ങനെ തടയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെക്കാനിസത്തിലെ ഒന്നാമത്തെ മെക്കാനിസമാണ് ടെമ്പറൽ ഐസൊലേഷൻ. എന്ന് വെച്ചാൽ ഡോഗ് മേറ്റ് ചെയ്യുന്നത് വേറൊരു സീസണിലായിരിക്കും. കാറ്റിന് മേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് വേറൊരു സീസണിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഒരിക്കലും ഇവർ തമ്മിൽ മേറ്റ് ചെയ്തില്ല. ഇപ്പോൾ ഡോഗ് മേറ്റ് ചെയ്യുന്നത് മെയ് മാസത്തിലാണ് ഇവർക്ക് താല്പര്യമെങ്കിൽ, എക്സാമ്പിൾ ചുമ്മാ പറയാണ്, കാറ്റ് മേറ്റ് ചെയ്യുന്നത് ജനുവരി മാസത്തിലാണ്, അവർക്ക് ഇഷ്ടം ജനുവരി മാസമാണ്, ഡോഗിന് ഇഷ്ടം മെയ് മാസമാണെങ്കിൽ ഈ ഡോഗ് മെയ് മാസത്തിൽ മേറ്റ് നിൽക്കുമ്പോൾ കാറ്റിന് മെയ് മാസത്തിൽ മേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പ്രിവെന്റ് ദെയർ മേറ്റിംഗ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് ടെമ്പറൽ ഐസൊലേഷൻ. അവരെ മേറ്റിംഗ് പീരിയഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. എപ്പോഴും ഡോഗിന്റെയും കാറ്റിന്റെയും ഒക്കെ മേറ്റിംഗ് പീരിയഡ്സ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അവർ തമ്മിൽ മേറ്റ് ചെയ്തിട്ടില്ല. അതൊരു പ്രീ സൈഗോട്ടിക് മെക്കാനിസം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഇവർ രണ്ടുകൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇവരെ മേറ്റ് ചെയ്യുന്ന സമയം മെയ് ആണ്, ഇവരുടെ സമയം ജനുവരി ആണ്. അതുകൊണ്ട് ഇവർ രണ്ടുകൂടെ ഒരിക്കലും മേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് സൈഗോട്ട് ഉണ്ടാവത്തില്ല. സോ ഇറ്റ് ഈസ് എ പ്രീ സൈഗോട്ടിക് മെക്കാനിസം. ടെമ്പറൽ ഐസൊലേഷൻ ഈസ് എ പ്രീ സൈഗോട്ടിക് മെക്കാനിസം ആണെന്ന് നമുക്ക് പറയാം. കാരണം അതൊക്കെ. ഇനി അടുത്ത ഗമേറ്റിക് മോർട്ടാലിറ്റി. ഇനി ഈ മാസം നോക്കിയില്ല, ഈ ഡോഗ് മെയ് മാസം നോക്കിയില്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിൽ താല്പര്യമുണ്ട്, അത് ഫെയിൽ ആയിപ്പോയി, ടെമ്പറൽ ഐസൊലേഷൻ ഫെയിൽ ആയിപ്പോയി. ഗമേറ്റിക് മോർട്ടാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗും കാറ്റും കൂടെ മേറ്റ് ചെയ്തു, ഡോഗും കാറ്റും കൂടെ മേറ്റ് ചെയ്തു. പക്ഷെ ഈ ഡോഗിന്റെ ഗമേറ്റ് ഉണ്ടല്ലോ, സ്പേമിന് ഒരിക്കലും കാറ്റിന്റെ ബോഡിയിൽ സർവ് ചെയ്യാൻ പറ്റത്തില്ല. കാറ്റിന്റെ ബോഡിക്കകത്ത് അത് നിൽക്കത്തില്ല. ആ ഗമേറ്റിനെ കൊന്നുകളയും. ഗമേറ്റ് അവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കും. കാരണം ഈ ഡോഗിന്റെ ഗമേറ്റ് ഒരിക്കലും കാറ്റിന്റെ ബോഡിക്കകത്ത് സർവ് ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രോപ്പർട്ടിയാണ് ഗമേറ്റിക് മോർട്ടാലിറ്റി. എന്ന് വെച്ചാൽ അവിടെയും സൈഗോട്ട് ഉണ്ടാവത്തില്ല. ഈ ഡോഗിൽ നിന്നുണ്ടാവുന്ന ഡോഗിന്റെ ഗമേറ്റ് എക്സാമ്പിൾ പറയാണ്, ഡോഗിന്റെ ഗമേറ്റ് കാറ്റിന്റെ ബോഡിക്കകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാലും കാറ്റിന്റെ ബോഡി ഇതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് ഗമേറ്റിക് മോർട്ടാലിറ്റി. കാറ്റിന്റെ ബോഡി നോക്കുമ്പോൾ ഇത് വേറൊരു ഫോറിൻ വസ്തുവാണ്, അതുകൊണ്ട് കാറ്റിന്റെ ബോഡി ഇത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. ദാറ്റ് ഈസ് കാൾഡ് ഗമേറ്റിക് മോർട്ടാലിറ്റി. അപ്പോൾ അതും ഒരു പ്രീ സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം. സൈഗോട്ട് ഉണ്ടാവുന്നതിന് മുമ്പേ തടയുന്നതാണ്. ഇവിടെയും സൈഗോട്ട് ഉണ്ടായില്ല, അതിന് മുമ്പേ തടഞ്ഞു. അതും ഒരു പ്രീ സൈഗോട്ടിക് മെക്കാനിസമാണ്. ഇനി എന്താണ് മെക്കാനിക്കൽ ഐസൊലേഷൻ? മെക്കാനിക്കൽ ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോഗ് ഉണ്ട്, ഒരു കാറ്റും ഉണ്ട്. ഇവർ രണ്ടുപേരെയും റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് വേറെ ആയിരിക്കും. കാറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ഡോഗ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് തമ്മിൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. രണ്ടുപേർക്കും സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. രണ്ടുപേരെ മേറ്റിംഗ് രീതി വേറെ ആണെങ്കിൽ, മേറ്റിംഗ് രീതി ലോക്കാനിക് ഈ മോഡൽ പോലെ ആയിരിക്കണം നമ്മൾ മേറ്റിംഗ് മെക്കാനിസം.
അതേപോലെ ഈ ഡോഗിന്റെ മേറ്റിംഗ് മെക്കാനിസം വേറെ, കാറ്റിന്റെ മേറ്റിംഗ് മെക്കാനിസം വേറെ ആണെങ്കിൽ ഒരിക്കലും രണ്ടുപേർക്കും മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതും പ്രിവെന്റ് എന്തുവാ, ദാറ്റ് ഈസ് ആൾസോ എ പ്രീ സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം. പ്രീ സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്പീഷീസ്. രണ്ട് ഡിഫറെന്റ് സ്പീഷീസിൽ മേറ്റ് ചെയ്യാൻ അവസരം നഷ്ടപ്പെടുത്തുന്നു. അവർ തമ്മിൽ സൈഗോട്ട് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. അതാണ് പ്രീ സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം. ഒന്നാമത്തെ ആള് ടെമ്പറൽ ഐസൊലേഷൻ ആയിരുന്നു, രണ്ടാമത്തത് ഗമേറ്റിക് മോർട്ടാലിറ്റി, മൂന്നാമത്തത് മെക്കാനിക്കൽ ഐസൊലേഷൻ. ഇനി നാലാമത്തെ ആള് ഒരു പ്രീ സൈഗോട്ടിക് മെക്കാനിസം അല്ല, എന്ന് വെച്ചാൽ ഹൈബ്രിഡ് സ്റ്റെറിലിറ്റി. എന്ന് വെച്ചാൽ കാറ്റും ഡോഗും കൂടെ മേറ്റ് ചെയ്തു, അതൊരു പോസ്റ്റ് സൈഗോട്ടിക് മെക്കാനിസം ആണ്. പോസ്റ്റ് സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം ആണ് ഹൈബ്രിഡ് സ്റ്റെറിലിറ്റി. എന്ന് വെച്ചാൽ ഒരു കാറ്റും ഡോഗും കൂടെ മേറ്റ് ചെയ്തു, സൈഗോട്ട് ഉണ്ടായി. ആ കാറ്റും ഡോഗ് ഡിഫറെന്റ് സ്പീഷീസ് ആയതുകൊണ്ട് ഉണ്ടാവുന്ന ആൾക്കാരെ നമുക്ക് ഹൈബ്രിഡ് എന്ന് വിളിക്കാം. ഒരു ഹൈബ്രിഡ് ഉണ്ടായി കഴിഞ്ഞു, ആ ഹൈബ്രിഡ് പിന്നെ സ്റ്റെറൈൽ ആയിരിക്കും. പിന്നെ ഹൈബ്രിഡിന് അടുത്ത ഹൈബ്രിഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളെ നേച്ചറിന്റെ ലക്ഷ്യം ഇവരെ ഇങ്ങനെ ഹൈബ്രിഡിന് ഉണ്ടാക്കാതിരിക്കുക. ഇനി എങ്ങനെയെങ്കിലും ഉണ്ടായി പോയി കഴിഞ്ഞാൽ ആ ഹൈബ്രിഡിന് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടുക. ഇനി ഒരുപാട് ഉണ്ടാവില്ലും ആ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടുത്തുക, അവരെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുക. അതാണ് നമ്മളെ നേച്ചറിന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഒരു കാറ്റും ഡോഗ് കൂടെ ഫ്യൂസായി, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതെല്ലാം അവര് തരണം ചെയ്തിട്ട് ഒരു കാറ്റും ഡോഗ് കൂടെ ക്രോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡ് ഉണ്ടായി. ആ ഹൈബ്രിഡ് ഉണ്ടായി കഴിഞ്ഞാലും ഹൈബ്രിഡിന് സ്റ്റെറിലിറ്റി കാണത്തില്ല, പിന്നെ അടുത്ത ഹൈബ്രിഡ് ഉണ്ടാക്കാനുള്ള കഴിവ് കാണത്തില്ല. അതാണ് പോസ്റ്റ് സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസം. നമ്മുടെ നേച്ചറിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡിനെ ഉണ്ടാക്കാതിരിക്കുക. ഒരു കാരണവശാലും ഹൈബ്രിഡിന്റെ പ്രൊഡക്ഷൻ സമ്മതിക്കാതിരിക്കുക. അല്ലെങ്കിൽ സൈഗോട്ടിന്റെ പ്രൊഡക്ഷൻ പ്രീ സൈഗോട്ടിക് മെക്കാനിസം ഉണ്ട്. ആദ്യമേ നേച്ചർ നോക്കും, അതിന് എങ്ങനെയെങ്കിലും സൈഗോട്ട് ഉണ്ടാകാത്ത കണ്ടീഷൻ നോക്കും. ഇനി ആ പ്രീ സൈഗോട്ടിക് മെക്കാനിസം എല്ലാം അവർ തരണം ചെയ്തിട്ട് അവർ ഫെർട്ടിലൈസേഷൻ നടന്നു, കുട്ടി ഉണ്ടായി, ഹൈബ്രിഡ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പ്രെഡ് ആവലും, പിന്നെ ഒരുപാട് ഹൈബ്രിഡ് ഉണ്ടാകാൻ നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കാൾഡ് പോസ്റ്റ് സൈഗോട്ടിക് മെക്കാനിസം. അപ്പോൾ ഹൈബ്രിഡ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് സൈഗോട്ടിക് മെക്കാനിസം ആണ്. ബാക്കി മൂന്നും ഒരു പ്രീ സൈഗോട്ടിക് മെക്കാനിസം ആണ്. സൈഗോട്ട് ഉണ്ടാവുന്നതിന് മുമ്പേ സൈഗോട്ട് ഫോർമേഷൻ തടയുന്ന മെത്തേഡ്സ് ആണ് ടെമ്പറൽ ഐസൊലേഷൻ, ഗമേറ്റിക് മോർട്ടാലിറ്റി, മെക്കാനിക്കൽ ഐസൊലേഷൻ. ഇനി സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞു, പിന്നെ ആ പ്രോസസ്സ് തടയുന്ന പ്രോസസ്സാണ് ഹൈബ്രിഡ് സ്റ്റെറിലിറ്റി. അപ്പോൾ ഏതാണ് പ്രീ സൈഗോട്ടിക് മെക്കാനിസം അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡ് സ്റ്റെറിലിറ്റി ആണ് പ്രീ സൈഗോട്ടിക് മെക്കാനിസം അല്ലാത്തത്. അത് പോസ്റ്റ് സൈഗോട്ടിക് ആണ്. ബാക്കി മൂന്നുമാണ് പ്രീ സൈഗോട്ടിക് മെക്കാനിസം. അപ്പോൾ സൈഗോട്ട് ഉണ്ടാകാതിരിക്കാനാണ് മാക്സിമം നമ്മളെ നേച്ചർ നോക്കുന്നത്. ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഹൈബ്രിഡിന്റെ സ്റ്റെറിലിറ്റി കുറയ്ക്കുക, ആ ഹൈബ്രിഡിനെ കൊന്നു കളയുക, അതൊക്കെയാണ് നമ്മുടെ നേച്ചറിന്റെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ഈ പ്രോസസ് തടയുക എന്നുള്ളതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ ക്രോസ് ചെയ്യിക്കരുത് എന്നാണ് നമ്മൾ നേച്ചറിന്റെ ലക്ഷ്യം എന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രീ സൈഗോട്ടിക് മെക്കാനിസവും പോസ്റ്റ് സൈഗോട്ടിക് മെക്കാനിസവും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.